Hello students, welcome back to our physics class. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫിസിക്സിൻ്റെ +1 ഫിസിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂ ചാപ്റ്റർ പഠിക്കാനായിട്ടാണ്. ഓക്കെ, ആൻഡ് ദ ചാപ്റ്റേഴ്സ് നെയിം ഈസ് മോഷൻ ഇൻ വൺ ഡയമെൻഷൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മളതിനെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മോഷനെ കുറിച്ച് പഠിക്കാൻ പോവാം. ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് നമ്മൾ മോഷനെ കുറിച്ച് സംസാരിക്കും. ഓക്കെ, അപ്പോൾ എന്താ മോഷൻ, എന്താ നമ്മൾ പഠിക്കുന്നത്, മോഷൻ ഏതൊക്കെ ടൈപ്സ് ഉണ്ട്, എങ്ങനെയൊക്കെ ബോഡി മൂവ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു ഈ ചാപ്റ്ററിൽ കൂടി. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട്. അപ്പം നമ്മൾ മോഷനെ കുറിച്ച് പഠിക്കാൻ പോവാം അല്ലേ, പഠിക്കുവാണ്. ആൻഡ് ദാറ്റ് സ്റ്റഡി ഓഫ് മോഷൻ, ഫിസിക്സിലെ ഒരു വലിയ ബ്രാഞ്ചാണ് മോഷൻ എന്ന് പറയുന്നത്. മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ആ ബ്രാഞ്ച്, വെരി ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച്, ഈസ് കോൾഡ് ആസ് മെക്കാനിക്സ്. സോ വാട്ട് ഈസ് മെക്കാനിക്സ്? എന്താ മെക്കാനിക്സ് എന്ന് വെച്ചാൽ, നമ്മൾ ഫിസിക്സിൽ മോഷനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ പേരാണെന്ത്? മെക്കാനിക്സ്. The branch of physics which deals with the study of motion. ഒരു ബോഡിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്, അപ്പോൾ ആ മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുക. സംടൈംസ് ബോഡിയിൽ പുറത്തുനിന്ന് ഫോഴ്സൊക്കെ ഉണ്ട്, പക്ഷെ ബോഡി അനങ്ങുന്നില്ല. അങ്ങനെയും ആകാം. എങ്ങനെയാകാം? ബോഡി നമ്മൾ നോക്കുമ്പോൾ റെസ്റ്റിലാണ്, പക്ഷെ ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുമുണ്ട്. ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലായെന്നേ ഉള്ളൂ. എന്താ മിസ്സേ ഇക്വിലിബ്രിയം? വി വിൽ ഡിസ്കസ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ബോഡി ചിലപ്പോൾ റെസ്റ്റിലാകാം, അതേ ബോഡി മോഷനിലാകാം. അപ്പം റെസ്റ്റിലിരിക്കുന്ന ബോഡിയെക്കുറിച്ചും നമുക്ക് പഠിക്കണം, മൂവ് ചെയ്യുന്ന ബോഡിയെക്കുറിച്ചും നമുക്ക് പഠിക്കണം. ഇത് രണ്ടും നമ്മൾ എവിടെ തന്നെയാണ് പഠിക്കുന്നത്? നമ്മുടെ മെക്കാനിക്സിൽ തന്നെയാണ്. So what is mechanics? It is the branch of physics. നമുക്ക് നോക്കാം. What is mechanics? It is the branch of physics which deals with the study of motion of a body. ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ മോഷനെ കുറിച്ച് നമ്മൾ പഠിക്കും. സംടൈംസ് ബോഡി മൂവ് ചെയ്യുന്നില്ല, ബോഡി റെസ്റ്റിലിരിക്കുന്ന ബോഡിയെക്കുറിച്ചും നമ്മൾ പഠിക്കും. Okay, that is the equilibrium of the object under many forces. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് ചുമ്മാ ഒരു കൊച്ചു എക്സാമ്പിൾ എടുക്കാം. ഒരു ടേബിളിൽ നമ്മൾ എം മാസമുള്ളൊരു ബ്ലോക്കിനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എം മാസമുള്ളൊരു ബ്ലോക്ക് ഉണ്ട്, നമ്മളത് ടേബിളിൽ വെച്ചേക്കുക. പെട്ടെന്ന് ഞാൻ എക്സ്റ്റേണലായിട്ട് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. എത്ര ഫോഴ്സ് കൊടുത്തു? ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്ത് നമ്മൾ ഇതിനെ ഇങ്ങനെ പുഷ് ചെയ്തു, തള്ളി. ഓക്കെ, ബോഡി മൂവ് ചെയ്യും. നൗ ഞാൻ 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുന്നത് കണ്ടപ്പോൾ ഉടനെ നിങ്ങൾ വന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് ഒരു 5 ന്യൂട്ടൺ അങ്ങോട്ട് കൊടുത്തു. വാട്ട് ഹാപ്പൻസ്? ബോഡി മൂവ് ചെയ്തേനെ, ശരിയല്ലേ? ഞാൻ കൊടുത്ത ഫോഴ്സ് കാരണം എൻ്റെ ബോഡി മൂവ് ചെയ്തേനെ. ബട്ട് ഞാൻ കൊടുത്ത ഫോഴ്സിനെ നിങ്ങൾ അങ്ങ് ബാലൻസ് ചെയ്തു. നിങ്ങൾ കൊടുത്ത ഫോഴ്സ് അങ്ങ് ബാലൻസ് ചെയ്തപ്പോഴത്തേക്കും നൗ ദ ബ്ലോക്ക് ഈസ് ഇൻ ഇക്വിലിബ്രിയം. എനിക്ക് എന്ത് പറയാം? നമ്മുടെ ബ്ലോക്ക് ഇപ്പോൾ എവിടെയാണ്? ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, ബോഡി മൂവ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ നെറ്റ് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലായി, നെറ്റ് ഫോഴ്സ് 0 ആയി. അങ്ങനെ എൻ്റെ ബോഡി ഇക്വിലിബ്രിയം കണ്ടീഷനിലിരിക്കുവാണ് അണ്ടർ ദ ആക്ഷൻ ഓഫ് സെവറൽ ഫോഴ്സ്. ആ ബോഡിയെക്കുറിച്ച് പഠിക്കുന്നതും നമ്മൾ എവിടെ തന്നെയാണ്? മെക്കാനിക്സ്. ഓക്കെ, അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? മൂവിങ് ബോഡിയെക്കുറിച്ച് നമുക്ക് പഠിക്കണം, ഒരിടത്തിരിക്കുന്ന ബോഡിയെക്കുറിച്ച് പഠിക്കണം. കാരണം ആ ബോഡി അവിടെ ഇരിക്കുന്നത് ഡ്യൂ ടു ദി ഇക്വിലിബ്രിയം കണ്ടീഷൻ അണ്ടർ ദ ആക്ഷൻ ഓഫ് സെവറൽ ഫോഴ്സസ്. മറ്റ് പല ഫോഴ്സുകളുടെ ആക്ഷൻ കാരണം എൻ്റെ സിസ്റ്റം എവിടെ ഇരിക്കുക? ഇക്വിലിബ്രിയത്തിലിരിക്കുക. അപ്പോൾ അയാളെക്കുറിച്ച് നമുക്ക് പഠിക്കണം. അപ്പം മെക്കാനിക്സിൽ നമ്മൾ ആരെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്? മെക്കാനിക്സ്, വിച്ച് ഇസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ്. വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു ഡീറ്റെയിൽഡ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് എന്ത്? മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ദ ബോഡി ആൻഡ് the equilibrium of the body under the many forces.
പല ഫോഴ്സസ് കാരണം എൻ്റെ ബോഡി ഇക്വിലിബ്രിയത്തിലാവാം, എൻ്റെ ബോഡി ഇപ്പോൾ റെസ്റ്റിലാകാം, അതല്ല എൻ്റെ ബോഡി മൂവിങ് ആകാം. ഈ രണ്ട് കേസസും നമ്മൾ ഇവിടെ തന്നെ പഠിക്കുന്നത് മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ്, ഇമ്പോർട്ടൻറ്റ് ബ്രാഞ്ച്. ഓക്കെ, മോറോവർ നമ്മുടെ +1 മിക്ക ചാപ്റ്റേഴ്സും മെക്കാനിക്സ് ബേസ്ഡ് ആണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. Okay, so what is mechanics? Clear ആണല്ലോ? The branch of physics which deals with the study of motion of a body and also the equilibrium condition of a body under the action of several forces. പല ഫോഴ്സസ് കാരണം എൻ്റെ ബോഡി ഇക്വിലിബ്രിയത്തിലാകാം, അതല്ലെങ്കിൽ എൻ്റെ ബോഡി മൂവിങ് ആകാം. ഈ രണ്ട് ബോഡീസിനെ കുറിച്ചും നമ്മൾ എവിടെ തന്നെ പഠിക്കുന്നത്? മെക്കാനിക്സിൽ തന്നെയാണ് പഠിക്കുന്നത്. ക്ലിയർ? അപ്പം മെക്കാനിക്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി മെക്കാനിക്സിനെ നമ്മൾ കൊച്ചു കൊച്ചു ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മെക്കാനിക്സ് കൺസിസ്റ്റിംഗ് ഓഫ് 3 ബ്രാഞ്ചസ്. നമ്മൾ നമ്മുടെ മെക്കാനിക്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? 3 ബ്രാഞ്ചസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റാറ്റിക്സ്, ആദ്യത്തെ പേര് സ്റ്റാറ്റിക്സ്. ദ സെക്കൻഡ് വൺ ഈസ് കൈനമാറ്റിക്സ്, കിനമാറ്റിക്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, കൈനമാറ്റിക്സ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡൈനാമിക്സ്. മെക്കാനിക്സിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? മെക്കാനിക്സ് ഇസ് ക്ലാസിഫൈഡ് ഇൻടു 3 സച്ച് ആസ് സ്റ്റാറ്റിക്സ്, കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ഓക്കെ, നമുക്ക് മൂന്നും ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. വാട്ട് ഈസ് സ്റ്റാറ്റിക്സ്? നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ബോഡി റെസ്റ്റിലാകാം, ശരിയല്ലേ? ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണ് അണ്ടർ ദി ആക്ഷൻ ഓഫ് സെവറൽ ഫോഴ്സസ്. അപ്പോൾ പല ഫോഴ്സസ് ബോഡിയിൽ ആക്ട് ചെയ്തു, എൻ്റെ ബോഡി ഇക്വിലിബ്രിയത്തിലായി. അങ്ങനെ ഇരിക്കുന്ന ഒരു ബോഡിയെ കുറിച്ച് പഠിക്കുന്നതും എന്താണ്? മെക്കാനിക്സ് ആണ്. മെക്കാനിക്സിലെ ഏത് സബ് ബ്രാഞ്ച്? കോൾഡ് ആസ് ദ സ്റ്റാറ്റിക്സ്. സോ വാട്ട് ഈസ് സ്റ്റാറ്റിക്സ്? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് objects or bodies which are in equilibrium. എൻ്റെ ബോഡി എവിടെയാണ്? ഇക്വിലിബ്രിയത്തിലാണ്, അണ്ടർ ദ ആക്ഷൻ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. പുറത്തുള്ള ഫോഴ്സ് കാരണം എൻ്റെ സിസ്റ്റം ഇപ്പോൾ എവിടെ ഇരിക്കുക? നെറ്റ് ഫോഴ്സ് 0 ആയിട്ട് എൻ്റെ ബോഡി അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുക, ഇക്വിലിബ്രിയത്തിലിരിക്കുക. അങ്ങനെ ഇരിക്കുന്ന ബോഡിയെ കുറിച്ച് പഠിച്ചാൽ അതിനെ നമ്മൾ സ്റ്റാറ്റിക്സ് എന്നും, അതല്ല മൂവിങ് ആയിട്ടുള്ളൊരു ബോഡിയെ കുറിച്ച് നമ്മൾ പഠിക്കുക. ആരെക്കുറിച്ച് പഠിക്കുക? മൂവിങ് ആയിട്ടുള്ളൊരു ബോഡി. വി ആർ സ്റ്റഡിങ് ദ മോഷൻ ഓഫ് എ ബോഡി, മൂവിങ് ബോഡി, without considering the cause of the motion. കാരണമൊന്നും അറിയണ്ട, ബോഡിയുടെ മോഷനെ കുറിച്ച് മാത്രം എനിക്ക് പഠിക്കാം. അതുപോരാ, കാരണം അറിഞ്ഞ് എന്തുകൊണ്ട് എൻ്റെ ബോഡി അങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് വിത്ത് റീസണോടുകൂടിയും എനിക്ക് എന്ത് ചെയ്യാം? മോഷനെ കുറിച്ച് പഠിക്കാം. ശരിയല്ലേ? അപ്പം മൂവിങ് ബോഡിയെ എനിക്ക് 2 തരത്തിൽ പഠിക്കാം. എങ്ങനെയൊക്കെ? ബൈ കൺസിഡറിങ് ഇറ്റ്സ് റീസൺ, ദ കോസ് ഓഫ് മോഷൻ, വിതൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ. And if we study the motion of a body without considering its cause, then that is called as the kinematics. So what is kinematics? Correct pronunciation anganana, kinematics. So what is kinematics അല്ലെങ്കിൽ kinematics എന്ന് നമ്മൾ പറയുന്നത്? It is the branch of mechanics which deals with the study of motion of bodies without considering the cause of motion. എന്തുകൊണ്ട് എൻ്റെ ബോഡി യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തു എനിക്കറിയണ്ട. എന്തുകൊണ്ട് എൻ്റെ ബോഡി പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്തു അതെനിക്കറിയണ്ട. എന്തുകൊണ്ട് എൻ്റെ ബോഡി മേളിലോട്ട് പോയപ്പോൾ റിച്ചാർഡ് ചെയ്യുന്നു അതും അറിയണ്ട. വാട്ട് ഈസ് ദ റീസൺ? അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ എന്തുമാത്രം യെസ് എൻ്റെ ബോഡി യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്നു, എൻ്റെ ബോഡി ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് കൂട്ടി, ഇടയ്ക്കിടയ്ക്ക് വെലോസിറ്റി കുറച്ചു, കാര്യങ്ങൾ പറഞ്ഞു പോവുക. ശരിയല്ലേ? സ്റ്റഡി ഓഫ് മോഷൻ വിതൗട്ട് കൺസിഡറിങ് ഇറ്റ്സ് കോസ് ഇസ് കോൾഡ് ആസ് കൈനമാറ്റിക്സ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മൂന്നാമത്തെ ബ്രാഞ്ച്? കോൾഡ് ആസ് ദ ഡൈനാമിക്സ്. എന്തായിരിക്കും ഡൈനാമിക്സ്? It is the branch of mechanics which deals with the study of motion by considering the cause of the motion. എനിക്ക് എന്ത് വേണം? എന്തുകൊണ്ട് എൻ്റെ ബോഡി മൂവ് ചെയ്യുന്നു? ചുമ്മാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്കറിയണം വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ മോഷൻ ഓഫ് ദ ബോഡി. എന്തുകൊണ്ട് എൻ്റെ ബോഡി യൂണിഫോം ആയിട്ട് മൂവ് ചെയ്തു, എന്തുകൊണ്ട് എൻ്റെ ബോഡി പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്തു, കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. അങ്ങനെ കോസോടുകൂടി നമ്മൾ മോഷൻ പഠിച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡൈനാമിക്സ്. കോസ് ഇല്ലാതെ റീസൺ അറിയാതെ മോഷനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ കൈനമാറ്റിക്സ്.
ഇനി നോക്കിയപ്പോൾ ബോഡി റെസ്റ്റിലാണ്. എന്തുകൊണ്ട്? ഡ്യൂ ടു ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ അണ്ടർ ദ ആക്ഷൻ ഓഫ് സെവറൽ ഫോഴ്സസ്. അങ്ങനെ വന്നാൽ ദാറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് കോൾഡ് ആസ് ദ സ്റ്റാറ്റിക്സ്. ക്ലിയർ? അപ്പം മെക്കാനിക്സിനെ നമ്മൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു? വി ഹാവ് ഡിവൈഡഡ് ദ മെക്കാനിക്സ് ഇൻ ടു 3 such as statics, then kinematics and dynamics. What is statics? It is the study of a body which is in equilibrium under the action of several forces. What is kinematics? Here the body is moving and we are studying the motion of the body without considering the cause of the motion. And what is dynamics? Here also the body is moving and we are studying the motion of the body by considering its cause. അതിൻ്റെ റീസൺ അറിഞ്ഞുകൊണ്ട് നമ്മൾ ബോഡിയുടെ മോഷനെ കുറിച്ച് പഠിച്ചാൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡൈനാമിക്സ്. ക്ലിയർ? ഓക്കെ. അപ്പം നമുക്ക് 3 അറിയാം, ശരിയല്ലേ? എങ്കിൽ നമ്മൾ ഈ മോഷനെ കുറിച്ച് പഠിക്കുമ്പോൾ പല പല ടേംസിലോട്ട് വരും, ശരിയല്ലേ? അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഒരു പേരാണ്, നമ്മുടെ മെക്കാനിക്സിൽ യൂസ് ചെയ്യുന്ന ഒരു നെയിമാണ് എന്ത്? ഫ്രെയിം ഓഫ് റെഫറൻസ്. എന്താ ഫ്രെയിം ഓഫ് റെഫറൻസ്? നമുക്കൊന്ന് വായിച്ചു നോക്കാം. The fixed point or place with respect to which the position, the velocity and the acceleration etc. of a body is measured. അതായത് ഒരു ബോഡി അങ്ങോട്ട് റൈറ്റിലോട്ട് മൂവ് ചെയ്തു, നമ്മൾ പറയുക ഒരു ബോഡി റൈറ്റിലോട്ട് മൂവ് ചെയ്തു. അപ്പോൾ എൻ്റെ ബോഡിയുടെ മോഷനെ കുറിച്ച് അയാളുടെ പൊസിഷൻ എങ്ങോട്ടാണ്, അയാളുടെ വെലോസിറ്റി എന്താണ്, അയാളുടെ ആക്സിലറേഷൻ എന്താണ് എന്ന് നമ്മൾ പറയുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടല്ലേ? ആൻഡ് ദാറ്റ് പോയിന്റ് ഓർ ദ പ്ലേസ് ഫ്രം വിച്ച് ദ മോഷൻ ഓഫ് ദ ബോഡി ഈസ് കൺസിഡേർഡ്. ഒരു ബോഡിയുടെ മോഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബോഡിയുടെ സ്റ്റാറ്റിക് കണ്ടീഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എവിടെ നിന്നുകൊണ്ടാണോ ആ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫ്രെയിം ഓഫ് റെഫറൻസ്. സോ വാട്ട് ഈസ് ഫ്രെയിം ഓഫ് റെഫറൻസ്? ഇറ്റ് ഈസ് എ ഫിക്സഡ് പോയിന്റ് ഓർ എ പ്ലേസ് ഫ്രം വിച്ച് ദ മോഷൻ ഓഫ് എ ബോഡി, what is its position, what is its velocity, what is its acceleration is referred. ഒരു ബോഡിയുടെ പൊസിഷനെ കുറിച്ചോ അയാളുടെ വെലോസിറ്റിയെ കുറിച്ചോ അയാളുടെ ആക്സിലറേഷനെ കുറിച്ച് ഞാൻ ഏത് പോയിന്റിൽ നിന്നുകൊണ്ട് പറയുന്നു, സംസാരിക്കുന്നു, ആ പോയിന്റിനെ അല്ലെങ്കിൽ ആ പ്ലേസിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ഫ്രെയിം ഓഫ് റെഫറൻസ്. And this frame of reference has very importance in our mechanics. Frame of reference മാറിയാൽ ഒരേ ബോഡിയുടെ കണ്ടീഷൻ മാറും. ഫ്രെയിം ഓഫ് റെഫറൻസ് മാറിയാൽ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട്, ഞാൻ ഇവിടെ സ്റ്റേഷനറി ആയിട്ട് നിങ്ങളെ നോക്കുക, സ്റ്റേഷനറി ആയിട്ടുള്ള നിങ്ങളെ ഞാൻ ഇവിടെ സ്റ്റേഷനറി ആയിട്ട് ഇരുന്നുകൊണ്ട് നോക്കിയാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ റെസ്റ്റില്ല. അതേസമയം ഞാൻ റൈറ്റിലോട്ട് നടന്നുകൊണ്ട് റെസ്റ്റിലിരിക്കുന്ന നിങ്ങളെ നോക്കിയാൽ നിങ്ങൾ എങ്ങോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിക്കും? റൈറ്റിലോട്ട് നടന്നുകൊണ്ട് റെസ്റ്റിലിരിക്കുന്ന നിങ്ങളെ ഞാൻ നോക്കിയാൽ നിങ്ങൾ ലെഫ്റ്റിലോട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നിക്കും. കണ്ടോ? ഫ്രെയിം ഓഫ് റെഫറൻസ് മാറിയപ്പോൾ നിങ്ങളുടെ ദാറ്റ് ഈസ് എൻ്റെ ഒബ്ജക്റ്റ്, നിങ്ങളാണിപ്പോൾ എൻ്റെ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ കണ്ടീഷൻ മാറിയത് കണ്ടോ? പറഞ്ഞു മനസ്സിലായോ? നമ്മൾ ഒരു റോഡിൽ നിന്നുകൊണ്ട് ചുറ്റിനുമുള്ള ബിൽഡിങ്സ്, ട്രീസ് ഒക്കെ നോക്കുമ്പോൾ അവർ റെസ്റ്റിലാണ്. അതേസമയം അതേ റോഡിൽ കൂടി മൂവ് ചെയ്തുകൊണ്ട് ഒരു ബൈക്കിലിരുന്ന് ഞാൻ മൂവ് ചെയ്യുക, ബൈക്കിലിരുന്ന് ഞാൻ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ചുറ്റിനുമുള്ള ബിൽഡിങ്സും ട്രീസും ബാക്കിലോട്ട് പോകുന്നത് നമ്മൾ കാണാറില്ലേ? കണ്ടോ? അപ്പം പെട്ടെന്ന് സ്റ്റേഷനറി ആയിട്ടിരുന്ന എൻ്റെ ട്രീസും ബിൽഡിങ്സും എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? മൂവിങ് ആയിട്ട് തോന്നി. എന്തുകൊണ്ട്? നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്, ഞാൻ ഏത് പോയിന്റിൽ നിന്നാണോ ഒബ്ജക്റ്റിനെ റെഫർ ചെയ്തത് ആ പോയിന്റ് മാറിയാൽ, അതിൻ്റെ കണ്ടീഷൻ മാറിയാൽ ഒബ്ജക്റ്റിൻ്റെ നേച്ചറും മാറും, ഒബ്ജക്റ്റിൻ്റെ നേച്ചർ ഓഫ് മോഷനും മാറും. മനസ്സിലായല്ലോ? സോ വെരി ഇമ്പോർട്ടൻറ്റ് ദ ടേം കോൾഡ് ആസ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്ന ടേമിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലിയർ? സോ വാട്ട് ഈസ് ഫ്രെയിം ഓഫ് സർട്ടൻ ടേംസ് റിലേറ്റഡ് ടു അവർ മെക്കാനിക്സ്? നമ്മൾ ആദ്യമേ പരിചയപ്പെടുക ഓരോ ടേംസിനെ. ഓക്കെ. So what is frame of reference? It is the fixed point or the place with respect to which the position,
ഞാൻ ഏത് പോയിന്റിൽ നിന്നാണോ ഏത് പ്ലേസിൽ നിന്നാണോ ഒരു ബോഡിയുടെ പൊസിഷനെ കുറിച്ച് സംസാരിക്കുന്നത്, ആ ബോഡിയുടെ വെലോസിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നത്, ആ ബോഡിയുടെ ആക്സിലറേഷനെ കുറിച്ച് സംസാരിക്കുന്നത്, ആ ഫിക്സഡ് പോയിന്റിന് പറയുന്ന പേരാണെന്ത്? ഫ്രെയിം ഓഫ് റെഫറൻസ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഫ്രെയിം ഓഫ് റെഫറൻസ്. ക്ലിയർ? ഓക്കെ, മനസ്സിലായി. ഇനി ഞാൻ ഏതോ ഒരു ഫ്രെയിമിൽ നിന്ന് നോക്കിയപ്പോൾ എൻ്റെ ബോഡി റെസ്റ്റില്ല. ഞാൻ ഏതോ ഒരു ഫ്രെയിമിൽ നിന്ന് നോക്കിയപ്പോൾ എൻ്റെ ബോഡി റെസ്റ്റില്ല. അപ്പോൾ എപ്പോഴാണ് എൻ്റെ ബോഡി റെസ്റ്റില്ല എന്ന് പറയുന്നത്? വെൻ മൈ ബോഡി സെറ്റ് ടു ബി അറ്റ് റെസ്റ്റ്. അറിയാം നമുക്ക്, ശരിയല്ലേ? എപ്പോഴാണ് ഒരു ബോഡി റെസ്റ്റില്ല എന്ന് പറയുന്നത്? ഇഫ് ഇറ്റ് ഡസൻറ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ. എൻ്റെ ബോഡി എന്ത് ചെയ്യാൻ പാടില്ല? പൊസിഷൻ മാറ്റാൻ പാടില്ല, ശരിയല്ലേ? വിത്ത് റെസ്പെക്ട് ടു ദി ടൈം. ടൈം എത്ര മാറിയാലും എൻ്റെ ബോഡിയുടെ പൊസിഷൻ അത് തന്നെയാണെങ്കിൽ നമുക്ക് പറയാം എൻ്റെ ബോഡി എവിടാണ്? റെസ്റ്റിലാണ്. അപ്പോൾ എപ്പോഴായിരിക്കും എൻ്റെ ബോഡി മൂവിങ് ആണ്, മോഷനിലാണെന്ന് നമ്മൾ പറയുന്നത്? ഇഫ് എ ബോഡി കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ടൈം. എൻ്റെ ബോഡി ടൈം മാറുന്നതനുസരിച്ച് പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ എൻ്റെ ബോഡി എവിടെയാ? മോഷനിലാണെന്ന് നമ്മൾ പറയും, ശരിയല്ലേ? അപ്പം എപ്പോഴാണ് ബോഡി റെസ്റ്റിലാവുന്നത്? എ ബോഡി ഈസ് സെറ്റ് ടു ബി അറ്റ് റെസ്റ്റ് when its position remains constant. If it doesn't changes its position with respect to the time. Time മാറുന്നതനുസരിച്ച് അയാളുടെ പൊസിഷൻ മാറ്റുന്നില്ലെങ്കിൽ the body is at rest. അതല്ല, ടൈം മാറുന്നതനുസരിച്ച് ബോഡിയുടെ പൊസിഷൻ മാറിക്കൊണ്ടേയിരുന്നാൽ the body is set to be in motion. ശരിയല്ലേ? അപ്പോൾ ഒരു ബോഡി റെസ്റ്റിലാകാം, ഒരു ബോഡി മോഷനിലാകാം. ക്ലിയർ അല്ലേ? എങ്കിൽ റെസ്റ്റിലിരിക്കുന്ന എൻ്റെ ബോഡി പെർഫെക്റ്റ് റെസ്റ്റിലാണ്. മൂവിങ് ആയിട്ടുള്ള എൻ്റെ ബോഡി പെർഫെക്റ്റ് മോഷനിലാണ്. ഓക്കെ, അപ്പോൾ എന്താ റെസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലായി, എന്താ മോഷൻ എന്ന് മനസ്സിലായി, ശരിയല്ലേ? എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, റെസ്റ്റിലിരിക്കുന്ന ബോഡി പെർഫെക്റ്റ് റെസ്റ്റിലാണ്. അയാളെ എവിടുന്ന് എങ്ങനെ നോക്കിയാലും അയാൾ റെസ്റ്റിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നേരത്തെ നമ്മൾ പറഞ്ഞ് നമുക്ക് ചുറ്റിനുമുള്ള ട്രീസ്, ബിൽഡിങ്സ് എല്ലാം റെസ്റ്റിലാണ്. എവിടുന്ന് നോക്കിയാൽ? നമ്മൾ ഒരിടത്ത് നിന്നുകൊണ്ട് നോക്കിയാൽ, ശരിയല്ലേ? ഇനി നമ്മൾ റോഡിൽ കൂടി ബൈക്കിൽ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തുകൊണ്ട് ചുറ്റിനുമുള്ള സ്റ്റേഷനറി ഓബ്ജക്ട്സിനെ നോക്കിയാലോ? അവർ സ്റ്റേഷനറി ആയിട്ട് നമുക്ക് തോന്നിക്കുവോ? ഇല്ല, അവർ ബാക്കിലോട്ട്, നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ശരിയല്ലേ? അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ആളങ്ങ് പെർഫെക്റ്റ് റെസ്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഫ്രെയിം ഓഫ് റെഫറൻസ് മാറിയപ്പോൾ, റെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഞാൻ റെസ്റ്റിലിരുന്ന ഒരു ബോഡിയെ നോക്കിയപ്പോൾ ബോഡി റെസ്റ്റിലായിരുന്നു, ഒരു ബോഡിയെ നോക്കിയപ്പോൾ റെസ്റ്റിലായിട്ട് എനിക്ക് തോന്നിച്ചു. അതേസമയം എൻ്റെ ഫ്രെയിം മാറ്റി, മൂവിങ് ഫ്രെയിമിൽ ഇരുന്നുകൊണ്ട് ഞാൻ നേരത്തെ ബോഡിയെ നോക്കിയപ്പോൾ പെട്ടെന്ന് ബോഡി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ബോഡി പെർഫെക്റ്റ് റെസ്റ്റിലാണ്. ആ ബോഡിയെ കണ്ടിട്ട് അയാൾ പെർഫെക്റ്റ് റെസ്റ്റിലാണ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? സിമിലർലി നമ്മൾ നോക്കുമ്പോൾ ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ബോഡി ഈസ് മൂവിങ്. എങ്കിൽ ആ ബോഡി പെർഫെക്റ്റ് മോഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ ബോഡിയിലുള്ള രണ്ടാൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴോ? നമ്മളൊരു ട്രെയിനിലാണ്. ട്രെയിൻ നല്ല സ്പീഡിൽ പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഒരു കമ്പാർട്ട്മെൻറ്റിൽ രണ്ടാൾക്കാർ അടുത്തടുത്തിരുന്ന് സംസാരിക്കുന്നു. ഒരാൾ നോക്കുമ്പോൾ മറ്റേ ആൾ പോകുന്നതായിട്ട് തോന്നിക്കുമോ? ഇല്ല, രണ്ടുപേരും റെസ്റ്റിലാണ്, രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ ഫോർ ആൻ ഔട്ട്സൈഡ് ഒബ്സർവർ, ഔട്ട്സൈഡിൽ നിൽക്കുന്ന, പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു ഒബ്സർവർ നോക്കുമ്പോൾ അയാൾ റെസ്റ്റിലാണോ? അല്ല, മൂവിങ് ആണ്, ശരിയല്ലേ? അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഒരാൾ മോഷനിലാണെന്നും റെസ്റ്റിലാണെന്നും നമുക്ക് തോന്നിച്ചു. അതായത് റെസ്റ്റ് എന്ന് പറയുന്ന കണ്ടീഷനും മോഷൻ എന്ന് പറയുന്ന കണ്ടീഷനും ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. ദർ ഇസ് നോട്ട് അറ്റ് ഓൾ എ കണ്ടീഷൻ കോൾഡ് ആസ് ദ പെർഫെക്റ്റ് റെസ്റ്റ് or perfect motion. It always depends upon the frame of reference. The observer എവിടെ നിന്നുകൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്നു, ഏത് ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് ഒരാൾ മറ്റൊരാളെ നോക്കുന്നത്, അതനുസരിച്ച് അയാളുടെ റെസ്റ്റും അയാളുടെ മോഷൻ എന്ന് പറയുന്ന കണ്ടീഷനും മാറിക്കൊണ്ടേയിരിക്കും. ക്ലിയർ? ഓക്കെ. So what is the speciality of rest and motion? The condition of rest and motion of the body
is always related to the frame of reference. അത് എപ്പോഴും ആർക്ക് റിലേറ്റീവ് ആണ്? ഫ്രെയിം ഓഫ് റെഫറൻസിന് റിലേറ്റീവ് ആണ്. Okay, that is, there is not at all a condition called as the perfect rest or perfect motion of a body. Clear? ഒരിക്കലും പെർഫെക്റ്റ് റെസ്റ്റുമില്ല, പെർഫെക്റ്റ് മോഷനുമില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം നമ്മൾ മെക്കാനിക്സിനകത്ത് ആരെക്കുറിച്ച് പഠിച്ചു? റെസ്റ്റിലിരിക്കുന്ന ബോഡിയെക്കുറിച്ചും പഠിക്കും, മൂവിങ് ബോഡിയെക്കുറിച്ചും പഠിക്കും. റെസ്റ്റിലിരിക്കുന്ന ബോഡി എന്തുകൊണ്ട് റെസ്റ്റിലായി? ഇക്വിലിബ്രത്തിലായതുകൊണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഇതെല്ലാം പഠിക്കുന്നത് മെക്കാനിക്സിൽ തന്നെയാണ്. അതല്ല, മൂവിങ് ബോഡിയാണോ, അയാൾ എന്തുകൊണ്ട് മൂവ് ചെയ്തു എന്നും നോക്കും. റീസൺ ഇല്ലാതെ മോഷനെ കുറിച്ച് മാത്രം പഠിക്കുകയും ചെയ്യും. അങ്ങനെ മെക്കാനിക്സിനെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു: സ്റ്റാറ്റിക്സ്, കെനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ്. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് റെസ്റ്റ് എന്ന് നമ്മൾ നോക്കി, വാട്ട് ഈസ് മോഷൻ. റെസ്റ്റും മോഷനും ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്? എപ്പോഴും ഫ്രെയിം ഓഫ് റെഫറൻസിനെ, ഒബ്ജക്റ്റ് ഏത് ഫ്രെയിമിൽ നിന്നുകൊണ്ടാണോ, ഒബ്ജക്റ്റ് അല്ല ഒബ്സർവർ ഏത് ഫ്രെയിമിൽ നിന്നുകൊണ്ടാണോ ഒബ്ജക്റ്റിനെ നോക്കുന്നത്, അതനുസരിച്ച് ഒബ്ജക്റ്റിന്റെ കണ്ടീഷൻ ഓഫ് റെസ്റ്റ് ആൻഡ് മോഷൻ ചേഞ്ചസ്. ക്ലിയർ? ഓക്കെ, ഗുഡ്. മനസ്സിലായല്ലോ? യെസ്. എങ്കിൽ മോഷൻ എന്താ, റെസ്റ്റ് എന്താ, ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താ എന്നൊക്കെ മനസ്സിലായാൽ നമുക്ക് സർട്ടൻ ടൈപ്സ് ഓഫ് മോഷൻ പഠിക്കാം. മോഷൻ ഇൻ 1, 2 or 3 dimensions. മോഷൻസ് നമ്മൾ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യും. 1 dimensional motion, motion in 1 dimension, 2 dimensional motion, motion in 2 dimension and 3 dimensional motion, motion in 3 dimension. ഓക്കെ, നമ്മൾ മോഷനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്തിൻ്റെ ബേസിസിൽ? ബേസ്ഡ് ഓൺ ദി ആക്സിസ് ത്രൂ വിച്ച് ഇറ്റ് മൂവ്സ്. എത്ര ആക്സിസ് യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിസിൽ, എത്ര ആക്സിസ് യൂസ് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും? മോഷനെ. നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ മാത്സിലെ കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചിട്ടില്ലേ? എക്സ്, വൈ, ഇസഡ്. ശരിയല്ലേ? അതിൽ എക്സ്, വൈ, ഇസഡ് ആക്സിസിൽ ഏതെങ്കിലും ഒരു ആക്സിസ്, ഒരു കോർഡിനേറ്റ് മാത്രം യൂസ് ചെയ്തുകൊണ്ടൊരു ബോഡി മൂവ് ചെയ്താൽ അയാളെ 1 ഡയമെൻഷണൽ മോഷനിലാണെന്ന് പറയാം. അതല്ല, എക്സ്, വൈ, ഇസഡ് ആക്സിസിലെ ഏതെങ്കിലും 2 ആക്സിസുകൾ ഒന്നിച്ചെടുത്തോണ്ട്, എക്സും വൈയും, വൈയും ഇസഡും, എക്സും ഇസഡും, അങ്ങനെ ഏതെങ്കിലും 2 ആക്സിസ് ഒന്നിച്ചെടുത്തോണ്ട് ഒരു മോഷൻ പോയാൽ ദാറ്റ് ഈസ് കോൾഡ് ആസ്, 2 ആക്സിസ് എടുത്തത് കൊണ്ട് അവരെ നമ്മൾ മോഷൻ ഇൻ 2D, 2 ഡയമെൻഷൻ എന്ന് വിളിക്കും. ഇനി സംടൈംസ് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ എക്സ് എടുക്കാം, വൈ എടുക്കാം, ഇസഡ് എടുക്കാം, ഏതെങ്കിലും ഒന്നല്ല, 3ഉം, എക്സും വൈയും ഇസഡും എടുത്തു. അങ്ങനെ 3 ആക്സിസും 3 കോർഡിനേറ്റ്സും നമ്മൾ ഒന്നിച്ചെടുത്താൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ 3 ഡയമെൻഷണൽ മോഷൻ. അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? 3 ഡയമെൻഷണൽ മോഷൻ. ക്ലിയർ? അപ്പം മോഷൻ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്തിൻ്റെ ബേസിസിൽ? മാത്സിലെ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ബേസിസിൽ. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പേടിയാവുന്നല്ലേ? വെരി സിമ്പിൾ. ഒറ്റ ആക്സിസ് എക്സിൽ കൂടി മാത്രം ബോഡി മൂവ് ചെയ്ത്, അല്ലെങ്കിൽ വൈയിൽ കൂടി സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ബോഡി മുകളിലോട്ട് മൂവ് ചെയ്ത്, എക്സിൽ കൂടി മാത്രം എൻ്റെ ബോഡി മൂവ് ചെയ്യുന്നു, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി, വൈയിൽ കൂടി മാത്രം എൻ്റെ ബോഡി മൂവ് ചെയ്തു, സ്ട്രെയിറ്റ് ലൈനിൽ കൂടി. ഇസഡ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്തുനിന്ന്, എൻ്റെ അടുത്തുനിന്ന് നിങ്ങളുടെ അടുത്തോട്ട് ആക്സിസ്. ശരിയല്ലേ? അത് വരയ്ക്കാൻ ഇപ്പം നമുക്ക് ഇങ്ങനെ പറ്റാറുള്ളൂ. സോ ഇസഡ് ആക്സിസ്. ഏതെങ്കിലും ഒരു ആക്സിസിൽ കൂടിയുള്ള മോഷൻ, ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടിയുള്ള മോഷൻ. എൻ്റെ ബോഡി ദാണ്ടേ ഇങ്ങനെ ഇതിലേ കൂടി ഇങ്ങനെ ഓടിപ്പോവാം. നമ്മുടെ കുട്ടി എന്ത് ചെയ്യുക? എക്സ് ആക്സിസിൽ കൂടി ഓടിപ്പോവാം. ശരിയല്ലേ? നമ്മൾ എന്ത് ചെയ്തു? ഒരു ബോഡിയെ വൈ ആക്സിസിലോട്ട് പറത്തി വിട്ടു, ഒരു ബോഡി ഇസഡ് ആക്സിസിലോട്ട് മൂവ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഒരു സ്ട്രേറ്റ് ട്രാക്കിൽ കൂടി ട്രെയിൻ പോവാം. ട്രെയിൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സ്ട്രേറ്റ് ട്രാക്കിൽ കൂടി എൻ്റെ ട്രെയിൻ പോയാൽ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ 1 ഡയമെൻഷണൽ മോഷൻ. ഒരു നാരോ റോഡിൽ കൂടി, സ്ട്രേറ്റ് റോഡിൽ കൂടി ഒരു കാർ പോവാം. കാറിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനുള്ള സ്ഥലമില്ല, വളരെ നാരോ ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് റോഡിൽ കൂടി കാർ പോയി. ഇറ്റ് ഈസ് ഓൾസോ 1 ഡയമെൻഷണൽ മോഷൻ. അപ്പം 1 ഡയമെൻഷണൽ മോഷൻ അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മോഷൻ്റെ എക്സാമ്പിൾ മനസ്സിലായല്ലോ? A train running through a straight track, a car moving through a straight narrow road.
are examples for one-dimensional motion. Clear? Okay. ഇനി what is motion in 2D? എക്സും വൈയും ഇസഡിലെയും ഏതെങ്കിലും രണ്ട് ആക്സിസ് ഒന്നിച്ചെടുത്താൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് മോഷൻ ഇൻ 2 dimension. രണ്ട് ആക്സിസ് ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു പ്ലെയിൻ സർഫസ് കിട്ടും. വി വിൽ ഗെറ്റ് എ പ്ലെയിൻ സർഫസ്. പ്ലെയിൻ സർഫസിൽ കൂടിയുള്ള മോഷനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? മോഷൻ ഇൻ 2D. മനസ്സിലായോ? ഓക്കെ. പ്ലെയിൻ സർഫസിൽ കൂടിയുള്ള മോഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബുക്ക്, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ബുക്കിന് ഒരു എക്സ് ആക്സിസ് ഉണ്ട്, ഒരു വൈ ആക്സിസ് ഉണ്ട്. എക്സും വൈയും കൂടെ ചേർന്നപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു പ്ലെയിൻ സർഫസ് കിട്ടി. ക്യാരംസ് കളിക്കാറില്ലേ നമ്മൾ? ക്യാരംസ് കളിക്കുമ്പോൾ എങ്ങനെ വേണം മൂവ് ചെയ്യാൻ സ്ട്രൈക്കറും കോയിൻസും? ദാറ്റ് ഈസ് ക്യാരം ബോർഡിൻ്റെ പ്ലെയിൻ സർഫസിൽ കൂടി വേണം സ്ട്രൈക്കർ മൂവ് ചെയ്യാൻ. ദെൻ വി ക്യാൻ സേ ദ മോഷൻ ഓഫ് സ്ട്രൈക്കർ അലോങ് ദ ബോർഡ് ഓഫ് എ ക്യാരം ബോർഡ്. Okay, along the surface of a carom board is an example for 2D motion. ശരിയല്ലേ? ഞാൻ എൻ്റെ ബോർഡിൽ എഴുതുക. ഞാൻ ഈ ബോർഡിൽ താണ്ടി ഈ ബോർഡിനകത്ത് എവിടെ വേണമെങ്കിലും എനിക്ക് ഇങ്ങനെ എഴുതാം. ശരിയല്ലേ? പക്ഷെ ആ ബോർഡിലല്ലേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. Therefore, it is also my pen's movement through the board is also an example for 2D motion. എൻ്റെ ടേബിളിൽ കൂടി, നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ടേബിളിൽ കൂടി ഒരു ആൻറ്റ്, ഒരു ഉറുമ്പ് എഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് പോവുക. അയാളൊരു ലൈൻ ഇങ്ങനെ പിടിച്ചാണോ പോകുന്നത്? ഈ ടേബിളിൻ്റെ സർഫസിൽ കൂടി എതിലേക്കൂടെ വേണമെങ്കിൽ അയാൾക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതും എന്താണ്? ഒരു 2D മോഷനാണ്. ഓക്കെ. സ്റ്റിൽ വാട്ടർ. എന്തൊരു വാട്ടർ? സ്റ്റിൽ വാട്ടർ. വേവ്സ് ഇല്ല എന്നർത്ഥം. വേവി ആവരുത് വാട്ടർ. സ്റ്റിൽ വാട്ടറിൽ കൂടി ഒരു ബോട്ട് മൂവ് ചെയ്യുന്നു. അതും ഒരു പ്ലെയിൻ സർഫസ് അല്ലേ? ഇറ്റ് ഈസ് ഓൾസോ എ 2D മോഷൻ. ഓക്കെ. അപ്പം 2 dimensional മോഷൻ ഒരുപാട് എക്സാമ്പിൾസ് നമ്മളിപ്പോൾ പറഞ്ഞു. സ്റ്റിൽ വാട്ടറിൽ കൂടിയുള്ള ഒരു ബോട്ടിൻ്റെ മൂവ്മെൻറ്റ്, ആൻ ആൻറ്റ് ക്രോളിംഗ്, CRAWLING, ക്രോളിംഗ്. ഒരു ആൻറ്റ് മൂവ് ചെയ്ത് ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് പോകുന്നു ത്രൂ എ പ്ലെയിൻ സർഫസ്. ശരിയല്ലേ? യുവർ റൈറ്റിംഗ്സ് ഇൻ യുവർ ബുക്ക്. ആ ബുക്കിൽ ഒരു ലൈനിൽ മാത്രമേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. എനിക്ക് എവിടെ വേണമെങ്കിലും ആ ബുക്കിനകത്ത് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾസോ എ 2D മോഷൻ. ക്ലിയർ? ഓക്കെ. അപ്പോൾ എന്തായിരിക്കും 3D മോഷൻ? പറഞ്ഞതാ. വാട്ട് ഈസ് 3D മോഷൻ? എക്സ് മാത്രം എടുത്താൽ, വൈ മാത്രം എടുത്താൽ, ഇസഡ് മാത്രം എടുത്താൽ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ 1 dimensional മോഷൻ. എക്സും വൈയും ഇസഡും എക്സും ഇസഡും ഒരു പ്ലെയിൻ സർഫസ് എടുത്താൽ അത് 2D മോഷൻ. അപ്പോൾ എന്തായിരിക്കും 3D? എക്സ്, വൈ, ഇസഡ്. ശരിയാ, നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. എക്സും വൈയും ഇസഡും കൂടെ ചേർന്നാൽ എന്ത് കിട്ടും? സ്പേസ്. ഗിവൺ വോളിയം ഓഫ് സ്പേസ് എന്ന് വെച്ചാൽ ഔട്ടർ സ്പേസ് ഒന്നും അല്ല ഉദ്ദേശിച്ചത്, നമ്മുടെ ഈ കാണുന്ന സ്പേസ്. ശരിയല്ലേ? അപ്പം എക്സ്, വൈ, ഇസഡ് ആക്സിസ് ചേരുമ്പോൾ ഒരു ഗിവൺ വോളിയം കിട്ടും, ഒരു ഗിവൺ സ്പേസ് കിട്ടും. ഒരു ബട്ടർഫ്ലൈ ഫ്ലൈയിങ്, ഇതിലേക്കൂടെ ഒരു ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്നു പോയെന്ന് വിചാരിക്കാം. ബട്ടർഫ്ലൈ ഒരു ലൈനിൽ കൂടിയാണോ പറക്കുന്നത്? അല്ല. ബട്ടർഫ്ലൈ ഒരു പ്ലെയിൻ സർഫസിൽ കൂടിയാണോ പറക്കുന്നത്? അല്ല. ബട്ടർഫ്ലൈ അതിന് ഇഷ്ടമുള്ള സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ പറന്നു പോകും. ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ 3D മോഷൻ. എ ഫിഷ് ഇൻ അക്വേറിയം. അക്വേറിയത്തിൽ കിടക്കുന്ന ഫിഷ് അത് വാട്ടറിൻ്റെ സർഫസിൽ കൂടി മാത്രമേ നീന്തത്തുള്ളൂ. അത് വെള്ളത്തിനകത്ത് താഴോട്ട് പോകും, മേലോട്ട് വരും, അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും. ശരിയല്ലേ? ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ 3D മോഷൻ. ക്ലിയർ? നമ്മൾ നോർമലി പിക്ചേഴ്സ് കാണാറുണ്ട് തിയേറ്റേഴ്സിലൊക്കെ പോയി. നമ്മൾ സാധാരണ കാണുന്ന പിക്ചർ ഒരു സ്ക്രീനിൽ മാത്രം പ്രൊജക്റ്റഡ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് എ 2D ഫിലിം. അതേസമയം സംടൈംസ് നമ്മൾ പോയി ചില ഫിലിംസൊക്കെ കാണാൻ നേരത്തെ ഇങ്ങനെ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ട് അവർ തരുന്ന കണ്ണാടി, നമ്മുടെ സ്വന്തം കണ്ണാടിയല്ല, ഓക്കെ, ഒരു പ്രത്യേക സ്പെക്ടക്കിൾസൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? 3D ഫിലിംസ് കാണാറുണ്ട്. ദെയർ വി ക്യാൻ ഫീൽ ദാറ്റ് അതിനകത്ത് കാര്യങ്ങൾ എന്ത് ചെയ്ത് പ്രൊജക്ട്സ് ഔട്ട് ഫ്രം ദ സ്ക്രീൻ. 3D ഫിലിം. ശരിയല്ലേ? അങ്ങനെ നമുക്ക് 1 dimension അറിയാം, 2 dimension അറിയാം, 3 dimension അറിയാം. ഓക്കെ, ഗുഡ്. വിത്ത് എക്സാമ്പിൾസ്. നൗ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? മറന്നോ? ഇതൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തില്ല. ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദിസ് ചാപ്റ്റർ നമ്മൾ എന്തു മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ? ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ഒരു ബോഡിയുടെ മോഷൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ.
ഓക്കെ, സോ അവർ ചാപ്റ്റർ ഈസ് നമ്മൾ പഠിച്ച നമ്മൾ ഈ പറഞ്ഞ 3 ടൈപ്സ് ഓഫ് മോഷനിൽ ഏത് മോഷൻ മാത്രമാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. നമ്മുടെ പ്രസന്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ 1 ഡയമെൻഷൻ. ഓക്കെ, അങ്ങനെ നമ്മൾ എവിടെത്തി? മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്താണെന്ന് പറഞ്ഞു തുടങ്ങി. Okay, so we are going to the chapter, we are entering into the chapter motion in straight line. തുടങ്ങാം. ഗുഡ്. എപ്പോഴേ തുടങ്ങിയല്ലോ മിസ്സേ, പിന്നെയും തുടങ്ങാം, ശരിയല്ലേ? നോ. സോ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ടേമാണ് പോയിന്റ് ഒബ്ജക്റ്റ്. പോയിന്റ് ഒബ്ജക്റ്റ് പറഞ്ഞതാ. വാട്ട് ഈസ് പോയിന്റ് ഒബ്ജക്റ്റ്? പോയിന്റ് സൈസിലുള്ള ഒബ്ജക്റ്റിനെയാണ് നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ശരിയല്ലേ? പോയിന്റ് സൈസിലിരിക്കുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, ശരിയല്ലേ? ശരിയാണ്. കോമൺ സെൻസിൽ അത് കറക്റ്റാണ്. പക്ഷെ ഫിസിക്സിൽ പോയിന്റ് സൈസിലുള്ള ഒബ്ജക്റ്റ് മാത്രമല്ല പോയിന്റ് ഒബ്ജക്റ്റ് ആവുന്നത്. എത്ര വലിയ സൈസ്ഡ് ബോഡിയെയും എത്ര വലിയ സൈസുള്ള ബോഡിയെയും നമ്മൾ ഫിസിക്സിൽ എന്തെന്ന് വിളിക്കാറുണ്ട്? പോയിന്റ് ഒബ്ജക്റ്റ്. ഓക്കെ, എപ്പോഴാ? ഒരു കണ്ടീഷൻ ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് കണ്ടീഷൻ? ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി, ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഈസ് വെരി ലാർജ്, ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഒരുപാട് വലുതാണ്. എന്ത് വെച്ച് നോക്കുമ്പോൾ? വെൻ കമ്പയർഡ് ടു ഇറ്റ്സ് സൈസ്. ഒരു ട്രെയിൻ പോയിന്റ് ഒബ്ജക്റ്റ് ആണോ? അല്ല. സംവാട്ട് ഒരു 25 ബോഗീസ് ഒക്കെയുള്ള ഏകദേശം 1 കിലോമീറ്റർ ലെങ്ത് ഉള്ള എൻ്റെ ട്രെയിൻ, അത് പോയിന്റ് ഒബ്ജക്റ്റ് ആണോ? അല്ല. ഇറ്റ് ഈസ് എ ലാർജ് സൈസ്ഡ് ഒബ്ജക്റ്റ്. ബട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റ് വരെ ഒരു 1000 കിലോമീറ്റേഴ്സ് എൻ്റെ ട്രെയിൻ ട്രാവൽ ചെയ്യുമെന്ന് വിചാരിക്കാം. സ്റ്റാർട്ടിംഗ് റെയിൽവേ സ്റ്റേഷൻ മുതൽ എൻഡിങ് റെയിൽവേ സ്റ്റേഷൻ വരെ എൻ്റെ ട്രെയിൻ ഒരു 1000 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനാണെങ്കിൽ 1 കിലോമീറ്റർ സൈസുള്ള എൻ്റെ ട്രെയിൻ എന്തായി മാറി? പോയിന്റ് ഒബ്ജക്റ്റ്. The distance travelled by the train is 1000 kilometer and the size of the train is only 1 kilometer. എന്ന് പറയുമ്പോൾ എൻ്റെ ട്രെയിൻ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ട്രെയിൻ എന്തായി മാറി? പോയിന്റ് ഒബ്ജക്റ്റ് ആയി മാറി. ഓക്കെ, രണ്ട് എയർപോർട്ട്സിനിടയ്ക്ക് ഒരു ഫ്ലൈറ്റ്, ഒരു പ്ലെയിൻ പറക്കുക. ഓക്കെ, പ്ലെയിൻ ഒരു വലിയ ഹ്യൂജ് സൈസ്ഡ് ബോഡിയാ. ബട്ട് അയാൾ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ പ്ലെയിൻ എന്തായി മാറി? ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയി മാറി, ശരിയല്ലേ? അങ്ങനെ ഒരു ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എനിക്ക് ഇനോർമസ് ആയിട്ട് കൂട്ടാൻ പറ്റുമെങ്കിൽ, എൻ്റെ ബോഡിയുടെ ഡിസ്റ്റൻസ് അയാളുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വലുതാക്കി മാറ്റാൻ എനിക്ക് പറ്റുമെങ്കിൽ ആ ബോഡിയെ നമുക്ക് എന്ത് പറയാം? പോയിന്റ് ഒബ്ജക്റ്റ്. ഈവൺ അവർ എർത്ത്, നമ്മുടെ എർത്തില്ലേ, എർത്ത് വിച്ച് ഈസ് റിവോൾവിങ് അറൗണ്ട് ദ സൺ. അപ്പം സൺ ഇതാണ്, സണ്ണിനെ ചുറ്റിനും കടന്ന് നമ്മുടെ എർത്ത് കറങ്ങുന്നു, നമ്മുടെ പ്ലാനറ്റ് കറങ്ങുന്നു. അപ്പം പ്ലാനറ്റ് ട്രാവൽ ചെയ്ത, എർത്ത് ട്രാവൽ ചെയ്ത ആ പാത്തില്ലേ, ഓർബിറ്റിൻ്റെ ലെങ്ത് വെച്ച് നോക്കുമ്പോൾ എർത്തും എന്തായി മാറി? പോയിന്റ് ഒബ്ജക്റ്റ് ആയി. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പോയിന്റ് സൈസ്ഡ് ഒബ്ജക്റ്റിനെ ആണോ? അല്ല. ഇഫ് ദ ഡിസ്റ്റൻസ് കൂടെ പറ, ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഈസ് വെരി ലാർജ്. If the distance travelled by a body is very large when compared to the size of the body. Okay, clear? Then it is said to be a point object. അപ്പോഴാണ് നമ്മൾ ആ ബോഡി എന്ത് പേരിട്ട് വിളിക്കുന്നത്? ഒരു പോയിന്റ് ഒബ്ജക്റ്റ്. ക്ലിയർ? ഓക്കെ, നമ്മുടെ NCERT-യിൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ സൈക്ലിസ്റ്റ്. ഒരു സൈക്ലിസ്റ്റ് ഉണ്ട്. ഈ സൈക്ലിസ്റ്റിൻ്റെ തോളയിലൊരു ഷോൾഡറിലൊരു മങ്കി ഇരിപ്പുണ്ട്. And the cyclist is moving through a circular path. നമ്മുടെ സൈക്ലിസ്റ്റ് എന്ത് ചെയ്യുക? ഒരു സർക്കുലാർ പാത്തിൽ കൂടി കറങ്ങുക. മങ്കി പോയിന്റ് ഒബ്ജക്റ്റ് ആണോ അല്ലയോ? സർക്കുലാർ പാത്തിൽ കൂടി സൈക്ലിസ്റ്റിന്റെ ഷോൾഡറിൽ ഒരു മങ്കിയുണ്ട്. മങ്കി ഇപ്പോൾ സർക്കുലാർ പാത്തിൽ കൂടി നടക്കുന്ന സൈക്ലിസ്റ്റിന്റെ ഷോൾഡറിലിരിക്കുന്ന മങ്കി പോയിന്റ് ഒബ്ജക്റ്റ് ആണോ അല്ലയോ? യെസ്. എന്തുകൊണ്ടാ? സർക്കുലാർ പാത്തിൻ്റെ റേഡിയസ് വലുതായതുകൊണ്ടാവണം എന്നില്ല. എൻ്റെ ഈ സർക്കുലാർ പാത്തിലെ എൻഡിങ് പോയിന്റ് ഒന്ന് കാണിച്ചു തരാമോ? ഏത് പോയിന്റിൽ വെച്ച് സർക്കുലാർ പാത്ത് നിൽക്കും?
അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ സർക്കിളിന്? എൻ്റെ സൈക്ലിസ്റ്റിന് എത്ര വട്ടം വേണമെങ്കിലും ഇതിലേ കൂടി ഇങ്ങനെ ട്രാവൽ ചെയ്യാം. അങ്ങനെ ഇനോർമസ് ആയിട്ട് ലെങ്ത് കൂട്ടാൻ പറ്റുന്നത് കൊണ്ട് എൻ്റെ മങ്കി പെട്ടെന്ന് എന്തായി മാറി? യെസ്, ഒരു പോയിന്റ് ഓബ്ജക്റ്റ്. ഓക്കെ, ബട്ട് എൻ്റെ പെൻ, ഈ ടേബിളിൽ ഇരുന്ന എൻ്റെ പെൻ, നിങ്ങളുടെ ടേബിളിലിരിക്കുന്ന നിങ്ങളുടെ പെൻ പെട്ടെന്ന് താഴോട്ട് വീണു. പെൻ പോയിന്റ് ഓബ്ജക്റ്റ് ആണോ അല്ലയോ? അല്ല. കാരണം എന്താ? താഴോട്ട് വീഴുന്ന പെന്നിൻ്റെ മോഷൻ സ്പെസിഫൈഡ് ആണ്. എത്ര ദൂരം ട്രാവൽ ചെയ്യും? ടേബിളിൻ്റെ ലെങ്ത് താഴോട്ട് ട്രാവൽ ചെയ്യും. അതിനപ്പുറത്തോട്ട് ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുമോ എൻ്റെ പെന്നിന്? സോ പെൻ ഇസ് നോട്ട് അറ്റ് ഓൾ എ പോയിന്റ് ഓബ്ജക്റ്റ് വെൻ ഇറ്റ് ഫോൾസ് ഫ്രം എ ടേബിൾ. ഓക്കെ, മനസ്സിലായോ? പോയിന്റ് ഓബ്ജക്റ്റ് എന്ന കോൺസെപ്റ്റ് മനസ്സിലായോ? എന്താ പോയിന്റ് ഓബ്ജക്റ്റ് എന്ന് വെച്ചാൽ എൻ്റെ ബോഡി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എനിക്ക് ഇനോർമസ് ആയിട്ട് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഇനോർമസ് ആയിട്ട് വലുതാണ്. ഒന്നുകിൽ വലുതാണ് അല്ലെങ്കിൽ എനിക്ക് വലുതാക്കാൻ പറ്റും. എങ്കിൽ അതെന്തായിരിക്കും? പോയിന്റ് ഓബ്ജക്റ്റ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ ഫിസിക്സിൽ, മെക്കാനിക്സിൽ നമ്മൾ ഒബ്ജക്ട്സിനെ, ഒരു ബസ് ഈസ് മൂവിങ് എന്ന് പറയുമ്പോൾ ബസ്സിൻ്റെ ലെങ്ത് ഒന്നും ഇളക്കണ്ട. കാരണം എന്താ? ബസ്സിന് എത്ര വേണമെങ്കിലും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാം. സോ ബസ് ബിക്കംസ് എ പോയിന്റ് ഓബ്ജക്റ്റ്. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? സോ നമ്മൾ എല്ലാ ഒബ്ജക്ട്സിനെയും എന്തായിട്ട് ഈവൺ അവർ എർത്ത് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? പോയിന്റ് ഓബ്ജക്റ്റ് ആയിട്ട്. ക്ലിയർ? ഇഫ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ ബോഡി ഈസ് വെരി ലാർജ് വെൻ കമ്പയർഡ് ടു ദി സൈസ് ഓഫ് ദ ബോഡി, ദെൻ ദാറ്റ് ബോഡി ഈസ് കോൾഡ് ആസ് എ പോയിന്റ് ഓബ്ജക്റ്റ്. ക്ലിയർ ആയല്ലോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഗുഡ്. എങ്കിൽ നമ്മൾ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ ടേം, ഇമ്പോർട്ടൻറ്റ് ടേമിലോട്ട് പോകാൻ പോവാണ്. നേരത്തെ പോയിന്റ് ഓബ്ജക്റ്റ് പഠിപ്പിച്ചപ്പോഴും മിസ് പറഞ്ഞു ഇമ്പോർട്ടൻറ്റ് ടേം. അതിന് മുന്നേ ഫ്രെയിം ഓഫ് റെഫറൻസ് പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു ബെസ്റ്റ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടേം. ശരിയല്ലേ? എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ശരിയല്ലേ? എവറിത്തിങ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ us. അങ്ങനെ ഡിസ്റ്റൻസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേം ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഓക്കെ, സോ വാട്ട് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ്? എന്താ ഡിസ്റ്റൻസ് ട്രാവൽഡ്? നോക്കാം. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഒരു ബോഡി രാവിലെ എണീറ്റ് നടക്കാൻ തുടങ്ങി. പോയ ആള് ആദ്യമേ ബിയിലെത്തി, ഒരു 5 മീറ്റർ ട്രാവൽ ചെയ്തു. അത് കഴിഞ്ഞ് ബിയിൽ നിന്ന് സിയിലെത്തി. അപ്പം എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിലെത്തി, സംവാട്ട് 10 മീറ്റർ ട്രാവൽ ചെയ്തു. എത്ര മീറ്റർ ട്രാവൽ ചെയ്തു? 10 മീറ്റർ. അത് കഴിഞ്ഞിട്ട് ഇയാള് ഡി വളഞ്ഞു പോയി, ഡിയിലെത്തി. എനിക്കിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ മതി. എന്തുകൊണ്ടാ? ബിക്കോസ് വി ആർ ടേക്കിംഗ് ദ ചാപ്റ്റർ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനെ അയാൾ ഒരു 5 മീറ്റർ താഴോട്ട് ട്രാവൽ ചെയ്ത് തിരിച്ച് ഡിയിലെത്തി. തിരിച്ച് ഡിയിലെത്തി എന്നല്ല, ഡിയിലെത്തി. ശരിയല്ലേ? എയിൽ നിന്ന് ബിയിലെത്തി, ബിയിൽ നിന്ന് സിയിലെത്തി, ദെൻ സിയിൽ നിന്ന് ഡിയിലെത്തി. ഇങ്ങനെ ഇരിക്കും അവിടെ. ഓക്കെ, സോ ഇയാൾ പോയ വഴി ഏതാ? എ ടു ബി ഒരു 5 മീറ്റർ ട്രാവൽ ചെയ്തു, പിന്നെ ബി ടു സി ഒരു 10 മീറ്റർ ട്രാവൽ ചെയ്തു, പിന്നെ സി ടു ഡി ഒരു 5 മീറ്റർ. അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ആക്ച്വൽ പാത്ത് ട്രാവൽഡ് ബൈ ദ ബോഡി? എൻ്റെ ബോഡി ശരിക്കും പോയ വഴിയുടെ ടോട്ടൽ ലെങ്ത് എത്രയാ? 5 + 10 + 5. That is 20 meter is the distance traveled by the body. Okay, so what is distance? പോയ വഴി ഫുൾ മെഷർ ചെയ്യണം. അയാൾ ഇതിലേക്കൂടൊക്കെ പോയിട്ടുണ്ടോ അത് ഫുൾ മെഷർ ചെയ്താൽ that is called as the distance traveled. So what is distance traveled? It is the total length of the actual path. ശരിക്കും അയാൾ ഇതിലേക്കൂടെ പോയി, ആ പോയ വഴിയുടെ ഫുൾ ലെങ്ത് മെഷർ ചെയ്താൽ that is called as the distance traveled. It is the total length of the actual path traveled by a body between the initial and final positions of the motion. എൻ്റെ ബോഡി സ്റ്റാർട്ട് ചെയ്തത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആള് എവിടെ ചെന്ന് നിന്നു? ഡിയിൽ ചെന്ന് നിന്നു. ശരിയല്ലേ? അപ്പൊ ഇനിഷ്യൽ പോയിന്റ് എക്കും ഫൈനൽ പോയിന്റ് ഡിക്കും ഇടയ്ക്ക് ഇയാൾ ഏതെല്ലാം വഴി കൂടെ പോയോ ആ പോയ പാത്തിന്റെ ടോട്ടൽ ലെങ്ത് മെഷർ ചെയ്താൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡിസ്റ്റൻസ്. ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഉണ്ടോ? മനസ്സിലായി? എങ്കിൽ ഇറ്റ് ഹാസ് നോ സ്പെസിഫിക് ഡയറക്ഷൻ. അയാൾക്ക് ഡയറക്ഷൻ ഇല്ലെന്നല്ല, അയാൾക്ക് ഡയറക്ഷനൊക്കെ ഉണ്ട്. അതാണ്ട് എ ടു ബി ഒരു ഡയറക്ഷനുണ്ട്, ബി ടു സിയും ഡയറക്ഷനുണ്ട്, സി ടു ഡിയും ഒരു ഡയറക്ഷനുണ്ട്. പക്ഷെ അത് സ്പെസിഫിക് ആണോ? എയിൽ നിന്ന് ബിയിലോട്ട് മുകളിലോട്ട് ട്രാവൽ ചെയ്ത ആള് ബിയിൽ നിന്ന് സിയിലോട്ട് റൈറ്റിലോട്ട് ട്രാവൽ ചെയ്തു,
സിയിൽ നിന്ന് ഡിയിലോട്ട് ഡൗൺവേർഡ് ആയിട്ട് ട്രാവൽ ചെയ്തു. അപ്പോൾ അത് സ്പെസിഫിക് ഡയറക്ഷൻ ആണോ? ഒരു പർട്ടിക്കുലർ ഡയറക്ഷൻ എനിക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. പോയ വഴിയെല്ലാം നമ്മൾ മെഷർ ചെയ്തില്ലേ? ചിലപ്പോൾ റൈറ്റിലോട്ട് പോകാം, പിന്നെ മുകളിലോട്ട് പോകാം, പിന്നെ താഴോട്ട് വരാം, പിന്നെ ലെഫ്റ്റിലോട്ട് പോകാം, ഇതെല്ലാം മെഷർ ചെയ്യും. അപ്പോൾ അയാൾക്കൊരു സ്പെസിഫിക് ഡയറക്ഷൻ എനിക്ക് പറയാൻ പറ്റുമോ? ഡിസ്റ്റൻസ് ഹാസ് നോ സ്പെസിഫിക് ഡയറക്ഷൻ. ഡിസ്റ്റൻസിന് എന്തില്ല? സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ല. ആൻഡ് സച്ച് എ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിന് നമ്മളൊരു പേര് പറയും. എന്തൊരു ക്വാണ്ടിറ്റി? സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാ. എന്തുകൊണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റി ആയി? ബിക്കോസ് ഇറ്റ് ഹാസ് നോ സ്പെസിഫിക് ഡയറക്ഷൻ. ക്ലിയർ? ഇനി സ്പെസിഫിക് ഡയറക്ഷൻ ഇല്ലാത്ത ഇയാൾ എതിലേക്കൂടെ പോയാലും നമുക്ക് പോസിറ്റീവാണ്. മുകളിലോട്ട് പോയപ്പോഴും +5 എന്നായിട്ടത്, താഴോട്ട് വന്നപ്പോഴും +5. ഇത് 5 അല്ലേ? +5 എന്നായിട്ടത്. റൈറ്റിലോട്ട് പോയാലും +10 എന്നെടുക്കും. ഇത്തിരി കഴിഞ്ഞ് ഇയാൾ ലെഫ്റ്റിലോട്ട് വന്നാലും നമ്മൾ +10 എന്നെടുക്കും. ശരിയല്ലേ? പോകുന്ന വഴി മൊത്തം കൂട്ടാനല്ലേ പറഞ്ഞേ? ടേക്ക് ദ ടോട്ടൽ ലെങ്ത്. അപ്പം ടോട്ടൽ ലെങ്ത് എടുക്കണമെങ്കിൽ ഇതെല്ലാം കൂട്ടണ്ടേ? അപ്പം പ്ലസ് അല്ലേ വരുള്ളൂ. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. And what is its unit? 5 meter, 10 meter, 5 meter. The unit is meter. SI unit meter ആണ്. നമ്മൾ SI യൂണിറ്റിലേ പറയാറുള്ളൂ. ശരിയല്ലേ? And the dimension is മാസിൻ്റെ M ഇല്ല, ടൈമിൻ്റെ T ഇല്ല, ലെങ്ത് മാത്രം M0, L1, T0. ക്ലിയർ? സോ വാട്ട് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് മനസ്സിലായല്ലോ. എൻ്റെ ബോഡി സ്റ്റാർട്ടിംഗ് പോയിന്റിനും എൻഡിങ് പോയിന്റിനും ഇടയ്ക്ക് ഏതെല്ലാം വഴിയിൽ കൂടി പോയോ ആ വഴി മൊത്തം അങ്ങോട്ട് കൂട്ടി വെക്കണം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. The total length of the actual path traveled between the initial and final positions of the body in motion is called as the distance traveled. It has no any specific direction. പോകുന്ന വഴിയെല്ലാം നമ്മൾ കൂട്ടിവെച്ചു. It has no any specific direction. So it is a vector. It is a scalar quantity. Sorry. It is a scalar quantity. പോകുന്ന വഴിയെല്ലാം അങ്ങോട്ട് കൂട്ടിവെച്ചു. അപ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി ഏതാണെന്ന് മനസ്സിലായി. വെരി ഗുഡ്. സോ ഇയാൾ പോകുന്ന വഴിയെല്ലാം നമുക്ക് കൂട്ടിവെച്ചു. ഇയാൾക്കൊരു ഡയറക്ഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. അങ്ങനെ വരുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കുക? സ്കേലാർ ക്വാണ്ടിറ്റി. ശരിയല്ലേ? എല്ലാം കൂട്ടി. Always positive. Unit 5 meter, 10 meter, 20 meter, 30 meter, 40 meter. Unit is always meter. Total length alli. And dimension is mass. M illa, M0. Time, T illa, T0. Length, L under 1 time. M0, L1, T0. Clear? Good. അപ്പം നമുക്ക് ഡിസ്റ്റൻസ് മനസ്സിലായി. അങ്ങനാണെങ്കിലേ what is displacement? The next term, displacement. നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആളിനെ ഒന്നും കൂടെ എടുത്തു. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു? He started from A, travels a length of 5 meter, reaches at B, then goes towards the right, travels a 10 meter and reaches at C, and after some time it moves downward, covers a length of 5 meter and reaches at D. ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്റ്റൻസിന് വേണ്ടി എടുത്ത എക്സാമ്പിൾ. ശരിയല്ലേ? ഇപ്പോഴും ഇയാൾ പോയത് എയിൽ നിന്ന് ബി 5 മീറ്റർ, ബിയിൽ നിന്ന് സി 10 മീറ്റർ, സിയിൽ നിന്ന് ഡി 5 മീറ്റർ. ശരിയല്ലേ? എങ്കിൽ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? എന്താ ഡിസ്പ്ലേസ്മെന്റ്? ഇയാൾ ഇതിലേക്കൂടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ. നേരത്തെ നമ്മൾ എന്താ പോയ വഴി വേണം. ഇപ്പോഴങ്ങനല്ല. ഇയാൾ ഇതിലേക്കൂടെ വേണമെങ്കിലും പൊയ്ക്കോട്ടെ. നമുക്കാരെ മാത്രം മതി? ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും. അതിനിടയ്ക്കുള്ള ഇയാളുടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, the shortest length between the initial and final position. എയ്ക്കും ഡിക്കും ഇടയ്ക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ ആ ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ, that is called as the displacement. ഇയാൾ എയിൽ നിന്ന് ബിയിലോട്ട് പോട്ടെ, ബിയിൽ നിന്ന് സിയിലോട്ടും വയ്ക്കോട്ടെ, തിരിച്ച് സിയിൽ നിന്ന് ഡിയിലോട്ട് വരട്ടെ. ഇവിടെ അതൊരു പ്രശ്നമൊന്നുമല്ല. ഓക്കെ, ഇയാൾ ഇതിലേക്കൂടെ പോയാലും the shortest length between the initial and final positions during the motion of a body is called as the displacement. കണ്ടോ, അയാൾ പോയതല്ല നമ്മൾ നോക്കി, അയാൾ ഏത് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഏത് പോയിന്റിലെത്തി, അതിനിടയ്ക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ പേരാണ്, ഷോർട്ടസ്റ്റ് ലെങ്തിൻ്റെ പേരാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ്.
Clear? Whether it has a specific direction? അയാൾ എയിൽ നിന്ന് ബിയിലോട്ട് പോയി, പക്ഷെ ഡിസ്പ്ലേസ്മെന്റ് എ ടു ഡി ഇങ്ങനല്ലേ. ബിയിൽ നിന്ന് സിയിലോട്ട് വന്ന് അപ്പോഴും ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ. സിയിൽ നിന്ന് ഡിയിലോട്ട് വന്ന് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് അയാൾ ഇതിലേക്കൂടെ പോയിക്കോട്ടെ, എൻ്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ സ്പെസിഫൈഡ് അല്ലേ. ഫ്രം സ്റ്റാർട്ടിംഗ് ടു എൻഡിങ് പോയിന്റ് എ ടു ഡി ഒറ്റ ഡയറക്ഷൻ അല്ലേ ഉള്ളൂ. ഇറ്റ് ഹാസ് എ സ്പെസിഫിക് ഡയറക്ഷൻ. അതിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈഡ് ആണ്. ആൻഡ് സച്ച് എ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. സച്ച് എ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ആസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. നേരത്തെ നമ്മൾ ഡിസ്റ്റൻസ് പറഞ്ഞപ്പോഴേ ഡിസ്റ്റൻസ് സ്കെയിലാർ ആയിരുന്നു, കാരണം പലപ്പോഴും പല ഡയറക്ഷനാണ്. പക്ഷെ ഇപ്പോൾ ഇതിലേക്കൂടെ പോയാലും ഡിസ്പ്ലേസ്മെന്റ് ഹാസ് ഓൺലി എ സിംഗിൾ ഡയറക്ഷൻ ആൻഡ് സോ ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ക്ലിയർ? ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് മേ ബി പോസിറ്റീവ്, സംടൈംസ് നെഗറ്റീവ്, സംടൈംസ് സീറോ. അയ്യോ, എന്ന് വെച്ചാൽ എങ്ങനെയാ? നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ദാറ്റ് ഈസ്, എൻ്റെ ബോഡി ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു? ദ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം O, ഗോസ് ടു A. എവിടെ എത്തി? എയിലെത്തി. കവറിങ് എ 10 മീറ്റർ. എത്ര ദൂരം ട്രാവൽ ചെയ്തു? ഒരു 10 മീറ്റർ ദൂരം ട്രാവൽ ചെയ്തിട്ട് അയാൾ എയിലെത്തി. എങ്കിൽ ക്യാൻ യു ടെൽ മീ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് അല്ല ചോദിച്ചാൽ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് എനിക്ക് 10 മീറ്റർ കിട്ടി അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ O and A, ദാറ്റ് ഈസ് ഓൾസോ 10 മീറ്റർ. അതായത് ഇപ്പോൾ ഡിസ്റ്റൻസും 10 മീറ്റർ ആണ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റും 10 മീറ്റർ ആണ് അല്ലേ. രണ്ടും 10 മീറ്റർ ആണ്. ഗുഡ്. ഓക്കെ. ഇനി എയിലെത്തിയ ആളെ കുറേ നേരം അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ തിരിച്ചയാൾ വന്ന വഴിയെ എന്ത് ചെയ്തു? ഗോസ് ബാക്ക് ടു O. തിരിച്ചോയിലെത്തി. ഓക്കെ. എയിലിരുന്ന ആള് കുറച്ചു നേരം കഴിഞ്ഞിട്ട് തിരിച്ചെവിടെത്തി? ഓയിലെത്തി. ഇതിലേക്കൂടെ തന്നെ, വന്ന വഴിയേക്കൂടെ തന്നെ. ഓക്കെ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് നൗ? ഇപ്പോൾ ഡിസ്റ്റൻസ് എത്രയായി? 10 റൈറ്റിലോട്ടും 10 ലെഫ്റ്റിലോട്ടും. എങ്ങോട്ടാണെങ്കിലും ഡയറക്ഷൻ നമുക്കൊരു പ്രശ്നമാണോ ഡിസ്റ്റൻസിന്? ഇല്ല. 10 മീറ്റർ പോയി, പിന്നെ 10 മീറ്റർ തിരിച്ചു വന്നു. അങ്ങനെ 10 + 10 20 മീറ്റർ അല്ലേ. ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് നൗ? ആ റൈറ്റിലോട്ട് 10 പോയാള് തിരിച്ച് ലെഫ്റ്റിലോട്ട് 10 വന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് O തന്നെയാണ്, എൻഡിങ് പോയിന്റും O തന്നെ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ദ ഷോർട്ടസ്റ്റ് ലെങ്ത് ബിറ്റ്വീൻ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡിംഗ് പോയിന്റ് എത്രയാ? 0. എന്തുകൊണ്ട്? റൈറ്റിലോട്ട് പോയ ആളിനെ ഞാൻ +10 മീറ്റർ എന്ന് വിളിച്ചപ്പോൾ ലെഫ്റ്റിലോട്ട് വന്നാൽ ഉടനെ നമ്മൾ അതിനെ -10 മീറ്റർ എന്ന് വിളിക്കും. കണ്ടോ? അതുകൊണ്ടല്ലേ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റും സെയിം ആയപ്പോൾ 0 മീറ്റർ കിട്ടിയത് അല്ലേ. സ്പെസിഫൈഡ് ഡയറക്ഷൻ ഉണ്ടേ ഡിസ്പ്ലേസ്മെന്റിന്. സോ +10 മീറ്റർ -10 മീറ്റർ രണ്ടും കൂടെ ചേർന്ന് 0 മീറ്റർ. ഓക്കെ. ആൻഡ് ആഫ്റ്റർ സം ടൈം ഓയിലെത്തിയ ആള് ദാണ്ടെ ലെഫ്റ്റിലോട്ട് ബിയിലെത്തി. ഒരു 5 മീറ്റർ കവർ ചെയ്തു. എത്ര മീറ്റർ കവർ ചെയ്തു? ഓയിൽ നിന്ന് ഇയാൾ ബിയിലെത്തിയത് എങ്ങനെയാണ്? 5 മീറ്റർ. സ്ട്രെയിറ്റ് ലൈനിൽ കൂടി തന്നെ 5 മീറ്റർ കവർ ചെയ്തു. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? ആദ്യമേ 10, പിന്നെ 10, പിന്നെ 5. മൊത്തം ഇപ്പം എത്രയായി? 25 മീറ്റർ ആയി. ശരിയല്ലേ? എത്ര മീറ്റർ ആയി? 25 മീറ്റർ. ആൻഡ് വാട്ട് അബൌട്ട് ദ ഡിസ്പ്ലേസ്മെന്റ്? ആദ്യമേ +10 അല്ലേ, ഒന്ന് എഴുതി നോക്ക്. +10, പിന്നെ -10, പിന്നെയും ലെഫ്റ്റിലോട്ട് -5. +10 -10, അതായത് ഇപ്പോൾ എത്രയായി? -5 മീറ്റർ. ഓക്കെ. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്? നേരത്തെ നമ്മൾ ഡിസ്റ്റൻസിൽ എന്ത് പറഞ്ഞു? ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. റൈറ്റിലോട്ട് 10 പോയി, പിന്നെ ലെഫ്റ്റിലോട്ടും കൂടെ വന്നപ്പോൾ 20 ആയി, കുറച്ചും കൂടെ ലെഫ്റ്റിലോട്ട് പോയപ്പോൾ 25 ആയി. എപ്പോഴും പോസിറ്റീവാ. അതേസമയം ഡിസ്പ്ലേസ്മെന്റിന് പറഞ്ഞപ്പോഴോ റൈറ്റിലോട്ട് മാത്രം പോയപ്പോൾ +10 ആയിരുന്നു,
ശരിയല്ലേ? അത് കഴിഞ്ഞ് തിരിച്ച് തൻ്റെ പഴയ പൊസിഷനിലെത്തിയപ്പോൾ 0 ആയി. അവിടുന്ന് പിന്നെയും ലെഫ്റ്റിലോട്ട് പോയപ്പോൾ -5 ആയി. ഡിസ്പ്ലേസ്മെന്റ് മേ ബി പോസിറ്റീവ്, മേ ബി നെഗറ്റീവ് ഓർ മേ ബി 0. ഈവൻ 0 പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം. ക്ലിയർ? ഓക്കെ, ഡൗട്ട് ഉണ്ടോ? സോ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ആണ്, സ്പെസിഫൈഡ് ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആകാം, 0 ആകാം. ക്ലിയർ? ഓക്കെ, ഗുഡ്. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ടൊക്കെ പോകുമ്പോൾ പ്ലസും മൈനസും ഒക്കെ ചെയ്യും. പക്ഷെ മീറ്റർ തന്നെയല്ലേ? +10 മീറ്റർ, 0 മീറ്റർ, -5 മീറ്റർ. സോ ദ യൂണിറ്റ് ഇസ് മീറ്റർ ഇറ്റ് സെൽഫ് ആൻഡ് ഡയമെൻഷൻ സെയിം. ലെങ്ത് ആണ്. മാസ് ഇല്ല, m0. ടൈം ഇല്ല, t0. ലെങ്ത് ഉണ്ട്, L1. സോ ദ ഡയമെൻഷൻ ഇസ് m0, L1, t0. ഓക്കെ, ക്ലിയർ? മനസ്സിലായോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താ ഒരു വലിയ കാര്യം തന്നേക്കുന്നത് നമുക്ക്? ലാസ്റ്റ് ഒരു കാര്യം തന്നേക്കുന്നുണ്ടോ? ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള റിലേഷൻ. മാഗ്നിറ്റ്യൂഡ്. ദ ഡിസ്റ്റൻസ്, നേരത്തെ നമ്മൾ 3 കേസിലുള്ള ഡിസ്റ്റൻസ് എടുത്തത് എങ്ങനെയായിരുന്നു? 10 മീറ്റർ, 20 മീറ്റർ, 25 മീറ്റർ. ഇപ്പൊ നമുക്ക് എങ്ങനെയാ കിട്ടിയ ഡിസ്റ്റൻസ്? ഡിസ്പ്ലേസ്മെന്റ് +10 -5 0. അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആകാം. ഈക്വൽ അല്ലെങ്കിൽ ആരായിരിക്കും വലുത്? ഡിസ്റ്റൻസ് ആയിരിക്കും. സോ ഡിസ്റ്റൻസ് മേ ബി നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആകാം അല്ലെങ്കിൽ ഗ്രേറ്റർ ആകാം. ആരേക്കാളും? ഡിസ്പ്ലേസ്മെന്റിനേക്കാളും. ശരിയല്ലേ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ ആയോ? വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ് ആൻഡ് വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെന്റ്? ക്ലിയർ? ഓക്കെ, ഗുഡ്. ഡിസ്റ്റൻസ് മനസ്സിലായി, ഡിസ്പ്ലേസ്മെന്റും മനസ്സിലായി. എങ്കിൽ അടുത്തത് എന്താ നമ്മൾ എഴുതാൻ പോകുന്നത്? റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്ററാണ്. ശരിയല്ലേ? എന്തൊരു ക്വാണ്ടിറ്റിയാ? സ്പെസിഫൈഡ് ഡയറക്ഷനുള്ള ആളാ. റൈറ്റിലോട്ട് പോയപ്പോൾ +10 എന്ന് പറഞ്ഞ നമ്മൾ ലെഫ്റ്റിലോട്ട് അതേ ബോഡി വന്നപ്പോൾ -10 എന്ന് വിളിച്ചു. ഇടയ്ക്ക് 0 ആകുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ്, 0 ഒക്കെ സ്പെസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു മെത്തേഡ് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ആൻഡ് ഹൗ ദിസ് വെക്റ്റർ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്റ്റൻസ് എടുത്താലും ഡിസ്പ്ലേസ്മെന്റ് എടുത്താലും റെപ്രസെന്റ് ചെയ്യുന്നത് ഒരൊറ്റ ലെറ്ററാണ്. ഏതാ? ഡിസ്റ്റൻസിനും നമ്മൾ എസ് ആണ് യൂസ് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെന്റിനും എസ് ആണ് യൂസ് ചെയ്യുന്നത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നമ്മൾ എസ് ഇട്ട് കാണിക്കും. പക്ഷെ വെക്റ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് മുകളിൽ ഒരു ആരോ ഇട്ട് കാണിക്കും. ഏതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയും ഇസ് റെപ്രസെന്റഡ് ബൈ പുട്ടിങ് ആൻ ആരോ ഓവർ ഇറ്റ്. എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് വെക്റ്ററിനെ നമ്മൾ കാണിക്കുന്നത് എസിന്റെ മുകളിൽ ഒരു ആരോ ഇട്ടാണ്. ഓക്കെ, ജസ്റ്റ് കാണിക്കുന്നത്. എങ്കിൽ ഹൗ ടു റെപ്രസെന്റ് ദിസ് ഡിസ്പ്ലേസ്മെന്റ്? വെക്റ്ററിനെ ചുമ്മാതെ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായില്ല? ഞാൻ നിങ്ങളോട് പറയുക, ഒരു ഗ്രാഫ് പേപ്പർ എടുക്കും. ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ഗ്രാഫ് പേപ്പർ തന്നു, ഒരു സ്കെയിൽ തന്നു, ഒരു പെൻസിലും തന്നു. എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഡ്രോ a 5 meter or 5 centimeter in your graph paper. ഗ്രാഫ് പേപ്പറിനകത്ത് ഒരു 5 centimeter വരച്ചു കാണിച്ചേ. നിങ്ങൾ എന്ത് ചെയ്യും? ചുമ്മാ അതൊരു വരയിട്ടം കാണിക്കുമോ? എന്നിട്ട് 5 centimeter എന്ന് പറയുമോ? അത് ഗ്രാഫ് പേപ്പറിനകത്തല്ല. ശരിയല്ലേ? അത് നിങ്ങളുടെ ബുക്കിനകത്താകാം. ഗ്രാഫ് പേപ്പറിനകത്ത് നമുക്കൊരു 5 centimeter കാണിക്കണമെങ്കിൽ അറ്റ് ഫസ്റ്റ് യു ഹാവ് ടു കൺസിഡർ ആക്സിസ്. എക്സ് ആക്സിസ് എടുക്കണം, വൈ ആക്സിസ് എടുക്കണം. ശരിയല്ലേ? എക്സും വൈയും കാണിക്കണം. ഒറിജിൻ അസ്യൂം ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കും, ഇത് മാത്രം മതിയോ? നിങ്ങൾ എന്നോട് ചോദിക്കും, 5 centimeter മിസ് വരയ്ക്കാൻ പറഞ്ഞത് എക്സിലാണോ വൈയിലാണോ? അപ്പം ഞാൻ എക്സ് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ വൈ മാറ്റിയിട്ട് എക്സ് മാത്രം എടുത്തു അല്ലേ? എന്നാലും വരയ്ക്കാൻ പറ്റുമോ? ഉടനെ നിങ്ങൾ എന്നോട് ചോദിക്കും, പോസിറ്റീവ് എക്സിലാണോ നെഗറ്റീവ് എക്സിലാണോ? അപ്പം ഞാൻ പറഞ്ഞു പോസിറ്റീവ് എക്സിലാണെന്ന്. then only you start. എവിടുന്ന്? ഫ്രം അവർ ഒറിജിൻ. കണ്ടോ? ഒറിജിനിൽ നിന്ന് 1 എടുത്തു, 2 എടുത്തു, 3 എടുത്തു, 4 എടുത്തു, 5. ദിസ് ഈസ് ദാറ്റ് ലൈൻ. കണ്ടോ? ഇങ്ങനെ എനിക്ക് ഗ്രാഫ് പേപ്പറിനകത്ത് വരയ്ക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ചുമ്മാ ഒരു സ്കെയിൽ എടുത്ത് ഗ്രാഫ് പേപ്പറിനകത്തോട്ട് വെച്ചിട്ട് ഒരു 5 centimeter എനിക്കങ്ങ് വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ. ശരിയല്ലേ? അതേപോലെ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്ററാ. ഈ വെക്റ്ററിനെ കാണിക്കാനും അതിൻ്റെതായ മെത്തഡ് ഉണ്ട്. എങ്കിൽ നമ്മൾ ആ മെത്തഡ് ഒന്ന് നോക്കാൻ പോവാം. ഹൗ ടു റെപ്രസെന്റ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ. ഓക്കെ, നമുക്ക് വരയ്ക്കാം. പിന്നെന്ത് നമുക്കിപ്പോൾ റെപ്രസെന്റ് ചെയ്യാം? എ ബോഡി മൂവ്സ് ഫ്രം എ ടു ബി.
A body moves from A to B, covering a length of 10 meter. എൻ്റെ ബോഡി എയിൽ നിന്ന് ബിയിലോട്ട് ഒരു 10 മീറ്റർ ദൂരം പോയി. ഓക്കെ, എങ്കിൽ വാട്ട് ഈസ് ഡിസ്റ്റൻസ്? നോ ഡൗട്ട് 10 മീറ്റർ. അത് നമുക്കറിയാം. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? മിസ് എന്താ അങ്ങനെ ചോദിച്ചേ? ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? 10 മീറ്റർ. ശരിയല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ ഇങ്ങനെ പറയുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ. ശരിയല്ലേ? ശരിയല്ലേ? ശരിയല്ല. 10 മീറ്റർ എന്തേ ആയുള്ളൂ? എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മോഡുലസ് മാഗ്നിറ്റ്യൂഡേ ആയിട്ടുള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന വെക്റ്റർ ആയിട്ടില്ല. എന്തായിട്ടില്ല? വെക്റ്റർ ആയിട്ടില്ല. സോ ഹൗ ടു റെപ്രസെൻറ്റ് ദിസ് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ? ഗ്രാഫ് പേപ്പറിൽ നമ്മൾ 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയപ്പോൾ അതിൻ്റേതായ ചില ഫോർമാലിറ്റീസ് ഒക്കെ അല്ലായിരുന്നോ? അതേപോലെ തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന വെക്റ്റർ കാണിക്കണമെങ്കിലും അതിൻ്റേതായ ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചാൽ, അറ്റ് ഫസ്റ്റ് വി ഹാവ് ടു അസ്യൂം ആൻ ഒറിജിൻ. ഗ്രാഫ് പേപ്പറിൽ എടുത്തതുപോലെ തന്നെ അവിടെ ഒരു ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഒറിജിൻ അസ്യൂം ചെയ്തതുപോലെ തന്നെ ഇവിടെയും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്ന ലെങ്ത് മെഷർ ചെയ്യാനും എനിക്കൊരു ഒറിജിൻ വേണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തെടുക്കും? ഒരു ഒറിജിൻ എടുക്കും. ഓക്കെ, ഞാനൊരു ഒറിജിൻ എടുത്തു. എവിടെ എടുത്തു? ഇൻ ദ സെയിം ലൈൻ. കണ്ടോ? എന്തുകൊണ്ട്? ചാപ്റ്ററിൻ്റെ പേര് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ആ ലൈനിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പോയിന്റിനെ ഞാൻ ഒറിജിനായിട്ട് എടുത്തു. ഓക്കെ, കണ്ടോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ദർ മസ്റ്റ് ബി ആൻ ഒറിജിൻ. എന്നിട്ട് നമ്മൾ നോക്കണം, നമ്മളെടുത്ത ഒറിജിനിൽ നിന്നും എത്ര ദൂരം മാറിയാണ് ഇനിഷ്യൽ പോയിന്റ് എ. നമ്മളെടുത്ത ഒറിജിനിൽ നിന്നും x1 ദൂരം മാറിയിരിക്കുവാണ് ഇനിഷ്യൽ പോയിന്റ്. ശരിയല്ലേ? x1 is called as the initial position vector. x1 is called as the initial position vector. നമ്മുടെ ഒറിജിനിൽ നിന്ന് എത്ര ദൂരം മാറിയിരിക്കുമായിരുന്നു ഇനിഷ്യൽ പോയിന്റ്. ഓക്കെ, ഇനി കുറേ നേരം കഴിഞ്ഞപ്പോൾ അയാൾ എവിടെ എത്തി? ബിയിലെത്തി. അപ്പം നമ്മൾ നോക്കണം, നമ്മുടെ ഒറിജിനിൽ നിന്നും എത്ര ദൂരം മാറിയിരിക്കുവാണ് എൻ്റെ ഫൈനൽ പോയിന്റ്. x2ലാണ്, ആൻഡ് x2 is called as the final position vector. x2 is called as the final position vector. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യമേ ഒറിജിൻ അസ്യൂം ചെയ്യണം. ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറി, എത്ര ദൂരമായിരുന്നു? വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഇനിഷ്യൽ പോയിന്റ് എ? x1. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ഫൈനൽ പോയിന്റ് ബി? x2. എപ്പോഴും ഒറിജിനിൽ നിന്നല്ലേ നമ്മൾ അളക്കാൻ പാടുള്ളൂ. എങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഇനി പറ, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഏതാണ്? A to B is the displacement vector. അല്ലേ? അപ്പം നമ്മൾ എങ്ങനെ എഴുതാൻ പാടുള്ളൂ? The displacement vector S is equal to final position vector. Important. മിസ്സേ കുറേ നേരം കൊണ്ട് ഇമ്പോർട്ടൻറ്റ് എല്ലാം പഠിപ്പിക്കുമ്പോൾ പറയും ഇമ്പോർട്ടൻറ്റ്. യെസ്, നമുക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഫൈനൽ പൊസിഷൻ വെക്റ്റർ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വെക്റ്റർ. ശരിയല്ലേ? ശരിയല്ലേ? എൻ്റെ എസ് കിട്ടാൻ x2ൽ നിന്ന് x1 കുറച്ചാൽ പോരെ? സോ ഹൗ ടു റൈറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ S is equal to final position vector x2 minus initial position vector x1. This is the representation of displacement. ഇങ്ങനെ വേണം നമ്മൾ ആരെ കാണിക്കാൻ? ഡിസ്പ്ലേസ്മെൻറ്റിനെ കാണിക്കാൻ. ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? സോ ഹൗ ടു റെപ്രസെൻറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ? ഇറ്റ് ഈസ് ഓൾവേസ് ഫൈനൽ പൊസിഷൻ വെക്റ്റർ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വെക്റ്റർ. എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ എടുത്തത് കൊണ്ട് അതേ ലൈനിലുള്ളത് എടുത്തു. ഓക്കെ, x2 മൈനസ് x1 ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡേ ആയുള്ളായിരുന്നു നേരത്തെ പറഞ്ഞ 10 മീറ്റർ. ഇത് ചെയ്യുമ്പോൾ മോഡുലസ് എത്ര തന്നെ? x2ൽ നിന്ന് x1 കുറച്ചാൽ 10 തന്നെ കിട്ടും, സമ്മതിച്ചു. പക്ഷേ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ മെത്തഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ. ക്ലിയർ? വെക്റ്ററാ, ചുമ്മാ തന്നെ കാണിക്കാൻ പറ്റില്ല, അതിന് അതിൻ്റേതായ ചില മാർഗങ്ങളുണ്ട്. ക്ലിയർ ആണല്ലോ? സോ നൗ വി ഹാവ് സ്റ്റഡീഡ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്, ശരിയല്ലേ?
എങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഡിസ്റ്റൻസ് പറഞ്ഞു, പോയ വഴി മൊത്തം എടുത്തു. ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, എതിലേക്കൂടെ പോയതായാലും നമുക്കിവിടെ പ്രശ്നമൊന്നുമില്ല. ദ ഷോർട്ടസ്റ്റ് ലെങ്ത്, ശരിയല്ലേ? അപ്പം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നന്നായിട്ട് മനസ്സിലായോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. യെസ്, നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോകാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഫോളോയിങ് കേസ്. തരുന്ന ഓരോരോ കേസിലും എനിക്ക് ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര എന്ന് പറഞ്ഞു തരണം. ഓക്കെ, കേസ് 1. A body is moving along a semi-circular track of radius r from one end to other end. There is a semi-circular track. എന്താ semi-circular track എന്ന് വെച്ചാൽ സർക്കിളിൻ്റെ പകുതി AB. A body is moving along a semi-circular track. കണ്ടോ, ഒരു semi-circular track ABയിൽ കൂടി എൻ്റെ ബോഡി മൂവ് ചെയ്തു. എയിൽ നിന്ന് ബിയിലോട്ട് മൂവ് ചെയ്തു. ട്രാക്കിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 6 ആണ്. What is the distance and what is the displacement? പറഞ്ഞു തരാമോ? പറഞ്ഞു തരുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും സംസാരിക്കുന്നുണ്ടല്ലോ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? പോയ വഴി. പോയ വഴി ഏതാ? എയിൽ നിന്ന് നമുക്ക് ഒന്ന് പറയാം. എയിൽ നിന്ന് O വഴി ബിയിലെത്തി, ശരിയല്ലേ? അപ്പം ഡിസ്റ്റൻസ് എത്ര? ഒരു ഫുൾ സർക്കിളിൻ്റെ ലെങ്ത് എത്ര? സർക്കംഫറൻസ് 2πr. എത്രയാണ്? 2πr ആണ്. അപ്പോൾ ഹാഫ് സർക്കിൾ, യെസ്, കിട്ടിക്കഴിഞ്ഞു. ഇറ്റ് ഈസ് πr. പകുതി എടുത്താൽ പോരെ, πr. ശരിയാണല്ലോ. സോ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് πr. ആൻഡ് വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ദ ഷോർട്ടസ്റ്റ് ലെങ്ത് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഇതാണ് എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ്. അതെത്ര? ഒരിടത്ത് 6 ആണെങ്കിൽ ഇപ്പുറത്തും എന്ത് തന്നെ? 6 തന്നെ. സോ വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു, യെസ്, യു ഗോട്ട് ഇറ്റ്. എത്രയാണ്? 2r. കണ്ടോ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 2r. ഇസ് ദർ എനി ഡൗട്ട്? ഡൗട്ട് വല്ലതും ഉണ്ടോ? ക്ലിയർ, വെരി ഗുഡ്. ഡൗട്ടില്ലല്ലോ. ഡിസ്റ്റൻസും കിട്ടി, ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടി. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ കേട്ടോ. നമുക്ക് 5-6 എണ്ണം പ്രാക്ടീസ് ചെയ്യാം. ഹൗ ടു ടേക്ക് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. എ ബോഡി ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് ഫ്രം ഗ്രൗണ്ട് ടു എ ഹൈറ്റ് H ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ ഗ്രൗണ്ട്. എന്ത് ചെയ്യുക? ഗ്രൗണ്ട് എടുത്തു. ഇതാണ് എൻ്റെ ഗ്രൗണ്ട്. എ ബോഡി, നമുക്കൊരു ബോൾ എടുക്കാം, ശരിയല്ലേ? എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. നമ്മൾ ബേളിലോട്ട്, ഇതെന്താണ് ഇങ്ങനെ പോയത്? ഇറേസ് ചെയ്തോട്ടെ. യെസ്, എ ബോഡി ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്. കണ്ടോ, ഇങ്ങനെ ഞാൻ എൻ്റെ ബോളിനെ വെള്ളോട്ട് എറിഞ്ഞു. ഏത് ഹൈറ്റിലോട്ട്? H ഹൈറ്റിലോട്ട് നമ്മൾ നമ്മുടെ ബോളിനെ വെള്ളോട്ട് എറിഞ്ഞു. മേളിലെത്തിയ എൻ്റെ ബോൾ എന്ത് ചെയ്തു? തിരിച്ചത് ഇച്ചിരി കഴിയുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ച് ഗ്രൗണ്ടിൽ വന്ന് വീഴും. ലൈക്ക് ദിസ്, ശരിയല്ലേ? എൻ്റെ ബോൾ തിരിച്ച് എന്ത് ചെയ്തു? ഗ്രൗണ്ടിൽ വന്ന് വീണു. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്? യെസ്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? മുകളിലോട്ട് H, താഴോട്ട് H. നിങ്ങൾ പറഞ്ഞത് എത്രയാ? യെസ്, 2h. എത്രയാണ് നമ്മൾ പറഞ്ഞത്? 2h. ഇനി വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഹിയർ? ഇവിടെ എത്ര കിട്ടി ഡിസ്പ്ലേസ്മെൻറ്റ്? മുകളിലോട്ട് H, സമ്മതിച്ചു. പക്ഷെ അത് +H ആണ്, പോസിറ്റീവ് y ആക്സിസ്. താഴോട്ടും H. മുകളിലോട്ടുള്ള ആക്സിസ് നമ്മൾ പോസിറ്റീവ് y എന്ന് വിളിക്കുമ്പോൾ താഴോട്ടുള്ളത് നമ്മൾ നെഗറ്റീവ് y എന്നല്ലേ വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ താഴോട്ട് എത്ര കിട്ടി? -H. So what is the displacement? Yes, you have got it. നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാം. Distance is 2h, displacement is 0. Yes, clear ആയി. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഡൗട്ടില്ലല്ലോ? ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോഡി ത്രോൺ ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ. ഇപ്പോൾ എൻ്റെ ബോഡിയെ നമ്മൾ എവിടുന്ന് എറിഞ്ഞത്? ഇപ്പോൾ ഒരു ടവർ ഉണ്ട്. സപ്പോസ് ദിസ് ഇസ് അവർ ടവർ. ടവർ ഓഫ് ഹൈറ്റ് H, അതിൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. H ഹൈറ്റ് ഉള്ള ടവർ. എ ബോഡി ത്രോൺ ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ അപ്വേർഡ്. എങ്ങോട്ട് എറിഞ്ഞു? ഞാൻ താഴോട്ടല്ലേ എറിഞ്ഞത്, മുകളിലോട്ട് എറിഞ്ഞു. അപ്വേർഡ് ടു എ ഹൈറ്റ് H, മുകളിലോട്ട് ഒരു സ്മോൾ h ഹൈറ്റ് ട്രാവൽ ചെയ്തിട്ട് ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ ഗ്രൗണ്ട്. തിരിച്ചയാൾ ടവറിലല്ല വീണത്, തിരിച്ചയാൾ എവിടാ വീണത്? ടു ദ ഗ്രൗണ്ട്, ലൈക്ക് ദിസ്. ഇങ്ങനാണ് വീണത്. എങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് വാട്ട് ഈസ് ദ, മനസ്സിലായോ? അപ്പം H ഹൈറ്റ് ഉള്ള ഒരു ടവറിൻ്റെ മുകളിൽ നിന്നും ഒരു ബോളിനെ നമ്മൾ, ഇതാണ് നമ്മുടെ ടവർ, ഓക്കെ, ഇവിടുന്ന് നമ്മളൊരു ബോളിനെ മേലോട്ടെറിഞ്ഞു.
മേലോട്ട് പോയ ആള് എത്ര ഹൈറ്റ് വരെ? അപ്പം ബോൾ മാത്രം നോക്കാം. ദിസ് ഈസ് സ്മോൾ എച്ച്. അവിടുന്ന് തിരിച്ച് താഴോട്ട് വന്ന് ഇങ്ങനെ ഗ്രൗണ്ടിൽ വന്ന് വീണ്. ശരിയല്ലേ? സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്? യെസ്, നിങ്ങൾക്ക് ഐഡിയ കിട്ടി. ശരിയല്ലേ? മിസ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. മുകളിലോട്ട് എച്ച്, തിരിച്ച് അത്രയും തന്നെ എച്ച് താഴോട്ട്, പിന്നെയും താഴോട്ട് നമ്മുടെ ടവറിൻ്റെ ഹൈറ്റ്. ഈ ഹൈറ്റ് എത്ര? ക്യാപിറ്റൽ എച്ച്. ശരിയല്ലേ? യെസ്, മനസ്സിലായി അല്ലേ? അപ്പോൾ എത്ര കിട്ടി? എച്ച് പ്ലസ് ക്യാപിറ്റൽ എച്ച്. സോ ദ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 2h പ്ലസ് ക്യാപിറ്റൽ എച്ച്. ശരിയല്ലേ? യു ഗോട്ട് ഇറ്റ്. ക്ലിയർ ആയി. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? പറയാമോ? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? പറഞ്ഞതാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ്, ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു, പറഞ്ഞോ നേരത്തെ പോലെ, മുകളിലോട്ട് പ്ലസ് എച്ച്, താഴോട്ട് മൈനസ് എച്ച്, നെഗറ്റീവ് ഐ ആക്സിസ്, പിന്നെയും താഴോട്ട് മൈനസ് ക്യാപിറ്റൽ എച്ച്. ക്ലിയർ? പ്ലസ് എച്ച് മൈനസ് ക്യാപിറ്റൽ എച്ച്, പ്ലസ് എച്ച് മൈനസ് എച്ച് ക്യാൻസൽ ചെയ്തു. ദ ഡിസ്പ്ലേസ്മെന്റ് ബിക്കംസ് മൈനസ് എച്ച്. ക്ലിയർ? മനസ്സിലായി? ശരിയല്ലേ? ഗുഡ്. ഡൗട്ട് ഉണ്ടോ? ഡിസ്റ്റൻസ് പ്ലസ് എച്ച്, പ്ലസ് ഒന്നും വേണ്ട, ഡിസ്റ്റൻസിന് എച്ച് ക്യാപിറ്റൽ എച്ച്, 2h പ്ലസ് ക്യാപിറ്റൽ എച്ച്. പക്ഷേ ഡിസ്പ്ലേസ്മെന്റിന് പ്ലസ് എച്ച് മൈനസ് ക്യാപിറ്റൽ എച്ച്. ശരിയല്ലേ? എത്ര കിട്ടും? പ്ലസ് എച്ചും മൈനസ് എച്ചും കൂടെ ക്യാൻസൽ ചെയ്താൽ ഒരു മൈനസ് ക്യാപിറ്റൽ എച്ച് മാത്രം. ഡിസ്പ്ലേസ്മെന്റ് ബിക്കംസ് മൈനസ് ക്യാപിറ്റൽ എച്ച്. ഗുഡ്. നിങ്ങൾക്ക് മനസ്സിലായി? നൗ അടുത്തത്, എ ബോഡി ട്രാവലിംഗ് 1/4 of a circular track of radius r. നേരത്തെ നമ്മൾ സെമി സർക്കിൾ ഹാഫ് എടുത്തു. ഇനി അവർ പറയുവാണ് ഒരു സർക്കുലാർ ട്രാക്ക് ഉണ്ട്, അതിൻ്റെ 1/4. ഇതല്ലേ ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആള് എവിടെത്തി? ബിയിലെത്തി. ഓക്കെ, 1/4 ട്രാവൽ ചെയ്തോളൂ. ഇപ്പുറത്ത് 3/4 കിടപ്പുണ്ട്. അപ്പം 1/4 കൂടി ട്രാവൽ ചെയ്ത് ഇവിടെ എത്തി. ഓക്കെ, ബിയിലെത്തി. എങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്റ്റൻസ് ആദ്യമേ പറയാം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം, ശരിയല്ലേ, ഒരു ഫുൾ സർക്കിൾ ആയിരുന്നെങ്കിൽ 2πr. എങ്കിൽ ഒരു ക്വാർട്ടർ എന്ന് പറയുന്നത് എത്രയുണ്ട്? 2πrന്റെ 1/4. ശരിയല്ലേ? 2πrന്റെ 1/4. ഒരു ഫുൾ സർക്കിൾ ആണെങ്കിൽ 2πr. ഹാഫ് സർക്കിൾ എടുത്തപ്പോൾ 2πrന്റെ പകുതി എടുത്തു. ഇപ്പോൾ ഒരു ക്വാർട്ടർ എടുക്കുമ്പോൾ 2πr/4. ദ ഡിസ്റ്റൻസ് ബിക്കംസ് πr/2. ക്ലിയർ? നൗ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഇനി എന്ത് കണ്ടുപിടിക്കണം? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. So this is the displacement. The shortest distance between the starting point and ending point is displacement. അപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. ശരിയല്ലേ? അപ്പം ഡിസ്പ്ലേസ്മെന്റ് എടുക്കാം. ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, how to take this? This is radius r, this is also radius r. അപ്പോൾ ഇതാരാ? Yes, you know, AB is now equal to Pythagoras theorem, root of r square plus r square, root of 2r square, which is equal to root 2r. കണ്ട? ഡിസ്റ്റൻസും കിട്ടി, ഡിസ്പ്ലേസ്മെന്റും കിട്ടി. ഡിസ്റ്റൻസ് ഫുൾ 2πr, അതിൻ്റെ 1/4, 2πr/4, πr/2. ഡിസ്പ്ലേസ്മെന്റ്സ് r. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ഷുവർലി root of r square plus r square is equal to root 2r square, root 2 times r. ക്ലിയർ? ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും പെർഫെക്റ്റ് ആവുന്നുണ്ടേ? ഗുഡ്. നെക്സ്റ്റ്, എ ബോഡി കവേഴ്സ് 120 degree. A body covers 120 degree. ആദ്യമേ സെമി പറഞ്ഞു, ഹാഫ് പറഞ്ഞു, പിന്നെ ക്വാർട്ടർ പറഞ്ഞു. ദേ ഇപ്പം വേറെ ഏതാണ്ട് പറയുന്നത് അല്ലേ? അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, നമ്മൾ കളയുവോ? നെവർ. സർക്കുലാർ പാത്ത്.
ഇങ്ങനെ പോയാൽ 90 അപ്പോൾ ഒരു 30 കൂടെ വരണം. സോ ദിസ് ഈസ് 120 ഡിഗ്രി. ശരിയല്ലേ? എൻ്റെ ബോഡി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, 120 കവർ ചെയ്തു, 120 ഡിഗ്രി കവർ ചെയ്തിട്ട് എവിടെ എത്തി? എയിൽ കൂടി ഇങ്ങനെ സർക്കുലർ പാത്ത് വഴി ബിയിലെത്തി. ശരിയല്ലേ? ഡിസ്റ്റൻസ് വേണം, ഡിസ്പ്ലേസ്മെന്റ് വേണം. ചോദിക്കട്ടെ, നമ്മൾ കണ്ടുപിടിക്കും. ശരിയല്ലേ? ഫസ്റ്റ് ഡിസ്റ്റൻസ്. ശരിയല്ലേ? ഇങ്ങനെ കണ്ടുപിടിക്കും. നമ്മൾ പറഞ്ഞു ഒരു ഫുൾ സർക്കിൾ വന്നാൽ 2πr, ഒരു ഹാഫ് സർക്കിൾ വന്നാൽ 2πrന്റെ ഹാഫ്, ഒരു ക്വാർട്ടർ വന്നപ്പോൾ 2πrന്റെ 1/4. ശരിയല്ലേ? അപ്പോൾ 120 ഡിഗ്രി വന്നാൽ എത്ര അല്ലേ? ഒരു ഫുൾ സർക്കിൾ എന്ന് വെച്ചാൽ 360 ഡിഗ്രി. എത്ര ഡിഗ്രിയാ? 360 ഡിഗ്രി. 360 ഡിഗ്രി കറങ്ങുമ്പോഴാണ് 2πr ഡിസ്റ്റൻസ് കിട്ടുന്നത്. ശരിയല്ലേ? അപ്പോൾ 120 ഡിഗ്രി കറങ്ങി വരുമ്പോൾ എത്ര കിട്ടും പറഞ്ഞോ? 120യുടെ എത്ര ടൈംസ് ആ? 360 3 ടൈംസ്. ശരിയല്ലേ? 360 by 120 എത്ര കിട്ടും? 12 into 3 36. അപ്പം 3 ടൈംസ് ആ. ശരിയല്ലേ? ദാറ്റ് ഈസ് 120 പോലെ ലൈക്ക് ദിസ്. ദാണ്ട് ഇങ്ങനെ ഇതൊരു 120, ഇതൊരു 120, ഇതൊരു 120. ശരിയല്ലേ? അപ്പം 120യുടെ 3 ടൈംസ് ആണ് 360 ഡിഗ്രി. അതാണ് 2πr. അപ്പോൾ 120 ഡിഗ്രിയിൽ എത്രയായിരിക്കും? റേഷ്യോ ആണെങ്കിൽ റേഷ്യോ ബൈ 3 ആണെന്ന് മനസ്സിലായി. ശരിയല്ലേ? അപ്പം വി വിൽ റൈറ്റ് ദ ഇക്വേഷൻ ആസ് 360 by 120 is equal to 2πr by the distance d. ശരിയല്ലേ? So this is cancelled to 3 times. So d is equal to 2πr by 1/3 times of 2πr. ശരിയല്ലേ? സെമി സർക്കിൾ എന്ന് പറഞ്ഞപ്പോൾ ഹാഫ് ഓഫ് 2πr പറഞ്ഞില്ലേ? ക്വാർട്ടർ പറഞ്ഞപ്പോൾ 1/4 ഓഫ് 2πr പറഞ്ഞില്ലേ? അതേപോലെ 120 ഡിഗ്രി, 3 120 ഡിഗ്രി ചേരുമ്പോഴാണ് 360 ഡിഗ്രി കിട്ടുന്നത്. അപ്പോൾ 120 ഡിഗ്രി എത്ര ടൈംസേ ഉള്ളൂ? 1/3 ടൈംസേ ഉള്ളൂ. സോ ദ ഡിസ്റ്റൻസ് ഈസ് 2πr by 3. ക്ലിയർ ആണോ? ക്ലിയർ ആയി. ഡിസ്റ്റൻസ് കിട്ടി. ഇനി എന്ത് വേണം? ഡിസ്പ്ലേസ്മെന്റ്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്പ്ലേസ്മെന്റ്. ഇനി എന്ത് കണ്ടുപിടിക്കാൻ പോവാം? ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, കണ്ടുപിടിക്കാം ഡിസ്പ്ലേസ്മെന്റ്. പിന്നെന്ത് നമ്മൾ കണ്ടുപിടിക്കും. ശരിയല്ലേ? സോ ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇപ്പോൾ ഇതല്ലേ? ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഇങ്ങോട്ട് മാറ്റി അതൊന്ന് വരയ്ക്കാം. ലിസൺ, ഇതൊരു റേഡിയസ് 6 അല്ലേ? ഇങ്ങോട്ടും റേഡിയസ് 6. ഡയറക്ഷൻ വ്യത്യാസമുള്ളത് കൊണ്ട് ഇത് R1 എന്നും R2 എന്നും മാഗ്നിറ്റ്യൂഡ് സെയിം ആ, പക്ഷെ ഡയറക്ഷൻ സെയിം ആണോ? അല്ല. അപ്പം ഞാൻ R1 എന്നും R2 എന്നും വിളിച്ചു. ഇതാണ് എൻ്റെ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് നോട്ട് ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെന്റ് യെസ്, വെക്ടർ എസ്. ശരിയാണോ? ക്ലിയർ ആണോ? R1 ഉണ്ട്, R2 ഉണ്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് എസ് ഉണ്ട്. എങ്കിൽ ഇവിടെ വെക്ടേഴ്സിൻ്റെ ലോ അനുസരിച്ച് R1 പ്ലസ് വെക്ടർ എസ് അല്ലേ എൻ്റെ R2 ആകുന്നത്? ട്രയാങ്കിൾ ലോ അനുസരിച്ച് രണ്ട് വെക്ടേഴ്സിനെ ഒരു ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വരച്ചു. ഇൻ കണ്ടിന്യൂസ് വേ R1 യെസ് R1 യെസ്. എങ്കിൽ the third side taken in reverse order will be the vector sum. R1 നമ്മൾ മാത്സിൽ വെക്ടേഴ്സ് പഠിക്കുന്നതാണ്, നമ്മൾ ഫിസിക്സിലും വെക്ടേഴ്സ് പഠിക്കുന്നതാണ്. R1 പ്ലസ് എസ് അല്ലേ R2. അപ്പോൾ എസ് എനിക്ക് എങ്ങനെ എഴുതാം? R2 മൈനസ് R1. എനിക്ക് എസ് എങ്ങനെ എഴുതാം? R2 മൈനസ് R1. എങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ ഡിസ്റ്റൻസ് അങ്ങൊന്ന് മാറ്റട്ടെ, നമുക്ക് എഴുതാൻ സ്ഥലം വേണ്ടേ? സോ ഞാൻ ഡിസ്റ്റൻസ് അങ്ങ് ഇറേസ് ചെയ്തിട്ട് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി. ശരിയല്ലേ? സോ വി ആർ ഗോയിങ് ടു ദ ഡിസ്പ്ലേസ്മെന്റ്. ശരിയല്ലേ? ഓക്കെ. സോ we want the modulus of displacement.
How to take the modulus? അറിയാമോ? Resultant root of രണ്ട് വെക്ടേഴ്സ് എയുടെയും ബിയുടെയും കൂടെ റിസൾട്ടൻ്റ് എടുക്കാൻ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ, വെർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്. അതേപോലെ റൂട്ട് ഓഫ് r2 സ്ക്വയർ പ്ലസ് r1 സ്ക്വയർ, r1 മൈനസ് ആണ് അല്ലേ, സോ മൈനസ് r1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു r2 ഇൻറ്റു വൺസ് മോർ, ഞാൻ ആ മൈനസ് ഒന്നുകൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് കാണിക്കട്ടെ, ഒന്നുകൂടെ ഒന്ന് എഴുതട്ടെ കറക്റ്റായിട്ട്, ആർക്കും ഡൗട്ട് വരാത്ത രീതിയിൽ നമുക്ക് എഴുതാം. സോ r2 r1ഉം രണ്ട് വെക്ടേഴ്സാണ്, r1 മൈനസ് ആണെന്നേ ഉള്ളൂ. സോ ഹൗ ടു റൈറ്റ്? ഇൻ ദ ഫോം ഓഫ് എ സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അങ്ങനെ എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? r2 സ്ക്വയർ പ്ലസ് മൈനസ് r1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2r2 മൈനസ് r1 കോസ് തീറ്റ. ഓക്കെ ഓക്കെ, ഇത്തിരി ഡെപ്തിൽ അങ്ങ് പറയുക നമ്മൾ അല്ലേ, കൊച്ചു കൊച്ചു എക്സാമ്പിൾസ് മാത്രമല്ലല്ലോ നമുക്ക് വരുന്നത്, നല്ല ഇത്തിരി ഡെപ്തിലും കൂടെ നമുക്ക് എക്സാമ്പിൾസ് വരും. സോ എസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്, ചോദിക്കട്ടെ r2 എന്ന് പറയുന്നതും മാഗ്നിറ്റ്യൂഡ് r അല്ലേ, r1 എന്ന് പറഞ്ഞാലും റേഡിയസ് r തന്നെയല്ലേ, ശരിയല്ലേ? അപ്പം ഞാൻ ഇനി മാഗ്നിറ്റ്യൂഡ് കൊടുക്കാം, r സ്ക്വയർ പ്ലസ് മൈനസ് r1ൻ്റെ സ്ക്വയർ r1 സ്ക്വയർ, r സ്ക്വയർ പ്ലസ് ഓഫ് മൈനസ് മൈനസ് 2r2 ഇൻറ്റു r1. r2 ആണെങ്കിലും ഇവിടുത്തെ റേഡിയസ് ആണ്, r1 ആണെങ്കിലും ഇവിടുത്തെ റേഡിയസ് ആണ്, രണ്ടും r തന്നെയല്ലേ, നമ്മളുടെ ഡയറക്ഷൻ വ്യത്യാസം വന്നതുകൊണ്ടല്ലേ r1 r2 എന്ന് കാണിച്ചത്, മാഗ്നിറ്റ്യൂഡ് സെയിം അല്ലേ. അപ്പം 2r2 ഇൻറ്റു r1നെ ഞാൻ r സ്ക്വയർ എന്ന് എഴുതിക്കോട്ടെ, r ഇൻറ്റു r കോസ് തീറ്റ. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് സ്റ്റെപ്പ്, modulus of the displacement vector is equal to root of r square plus r square 2r square minus 2r square cos theta. എഴുതാമല്ലോ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇങ്ങോട്ട് എഴുതാം, ബാക്കി ഇങ്ങോട്ട് എഴുതട്ടെ ഞാൻ. ഓക്കെ, സോ എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2r സ്ക്വയർ അങ്ങ് കോമൺ എടുത്ത്, 2r സ്ക്വയർ ഞാൻ കോമൺ എടുത്തു, പിന്നെ ആരുണ്ട്? ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ കിട്ടി, 1 മൈനസ് കോസ് തീറ്റ കിട്ടി. റൂട്ട് ഓഫ് 2r സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ. ഈ 1 മൈനസ് കോസ് തീറ്റയെ മാത്സുകാരോട് ചോദിച്ചാൽ അവർ പറയും 1 മൈനസ് കോസ് തീറ്റ നമുക്ക് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആയിട്ട് എഴുതാം. എന്താണ് 1 മൈനസ്? ക്വസ്റ്റ്യൻ ഇച്ചിരി ഡെപ്തിലായല്ലോ. യെസ്, വി വോണ്ട് ടു എൻറ്റർ ഇൻ ടു ദ ടോപ്പിക്. നമുക്ക് ക്വസ്റ്റ്യൻസ് ഏത് ഡെപ്തിൽ വന്നാലും ചെയ്യാൻ പറ്റണം. ആദ്യത്തേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി, ശരിയല്ലേ? ഇപ്പോൾ വന്നതൊരു ന്യൂമറിക്കൽ അപ്രോച്ച്, ദാറ്റ് ഈസ് ദ മാത്തമാറ്റിക്കൽ അപ്രോച്ച് ഓഫ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതും നമുക്ക് ചെയ്യാൻ പറ്റണം, ശരിയല്ലേ? ഇപ്പം നമ്മൾ കൊച്ചു കുട്ടികളാണെങ്കിലും നമ്മളിങ്ങനെ മാത്സും ഫിസിക്സും രണ്ടും പഠിച്ച് വരുമ്പോൾ ടോപ്പിക് അങ്ങ് പെർഫെക്റ്റ് ആവും. ഓക്കെ, ദർ വിൽ ബി സം പീപ്പിൾ, ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഇക്വേഷൻ റൂട്ട് ഓഫ് മിസ് ഇടയ്ക്ക് പറയുന്നു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എങ്ങനെ കിട്ടും? അത് വെക്റ്റർ സമ്മ. എന്താണ് വെക്റ്റർ സമ്മ? അപ്പം നമ്മൾ മാത്സിൽ വെക്റ്റർ പഠിക്കുന്നുണ്ട്, നമ്മൾ ഫിസിക്സിൽ വെക്റ്റർ പഠിക്കുന്നുണ്ട്, ഇത് രണ്ടും കൂടെ ചേർത്തല്ലേ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ക്വസ്റ്റ്യൻ വരിക, ശരിയല്ലേ? മാത്സിൻ്റെ സപ്പോർട്ടില്ലാതെ ഫിസിക്സ് പോവില്ല. നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യണോ മാത്സ് വേണം, ശരിയല്ലേ? അപ്പം മാത്സിൻ്റെ സപ്പോർട്ടും കൂടെ കയറി വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നമ്മൾ അറിയണം, ശരിയല്ലേ? ദാറ്റ്സ് വൈ വി ഹാവ് ടു ഗോ ത്രൂ സച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ മാത്സുകാർ നമുക്ക് എന്ത് പറഞ്ഞെന്ന്? 1 മൈനസ് കോസ് തീറ്റ ആരാ? അത് പ്രൂവൺ ആണ്, നമ്മൾ പ്രൂവ് ചെയ്തെടുത്തതാണ്. 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അങ്ങനാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ എഴുതാം? എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2r സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റയ്ക്ക് പകരം 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഓക്കെ, ഇനി റൂട്ടിന് വെളിയിലിട്, 2 4 ഉണ്ട്, റൂട്ടിന് വെളിയിൽ വരുമ്പോൾ 2, r സ്ക്വയർ r ആയി മാറും.
സൈൻ സ്ക്വയർ വരുമ്പോൾ സൈൻ തീറ്റ ബൈ 2. കണ്ടോ, എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഇത്രയും ചെയ്തു, ഇച്ചിരി കൂടിപ്പോയി എന്ന് പറയരുത്, നമുക്കെല്ലാം പഠിക്കണം, ശരിയല്ലേ? സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? തീറ്റ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇപ്പം ഞാൻ ബൈ ഹാർട്ട് ചെയ്യിപ്പിക്കുവാണ്. 2r സൈൻ തീറ്റ ബൈ 2 എടുത്താൽ മതി. എന്തെടുത്താൽ മതി? 2r സൈൻ തീറ്റ ബൈ 2. ക്ലിയർ? എന്താ പറഞ്ഞത്? ഇത്രയും ഡിറൈവ് ചെയ്ത് കാണിച്ചു. എന്നിട്ടാ പറഞ്ഞത് എന്താ? ആദ്യമേ ദിസ് ഈസ് R1, ദിസ് ഈസ് R2, ദിസ് ഈസ് S. പിന്നെ നമുക്ക് വെക്റ്റർ ലോ, ട്രയാങ്കിൾ ഓഫ് വെക്റ്റർ അഡീഷൻ എടുക്കണം. അങ്ങനെ R1ഉം Sഉം കൂടെ കൂട്ടിയാലേ ഈ R2 കിട്ടുള്ളൂ. അപ്പോൾ R2 മൈനസ് R1 ആണ്. ക്ലിയർ? എങ്കിൽ വെക്റ്റർ S is equal to root of R2 square plus minus R1 square plus 2R2 minus R1 cos theta എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ S is equal to root of R square plus R2 square, R1ഉം R2ഉം സെയിം തന്നെ, മാഗ്നിറ്റ്യൂഡ് സെയിമാണ്. അപ്പോൾ R square മൈനസിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ പ്ലസ് ആയി, പ്ലസ് R square പ്ലസും മൈനസും കൂടെ ചേർന്നപ്പോൾ മൈനസ് 2R square cos theta. In the next step, R square plus R square 2R square minus 2R square cos theta. രണ്ട് ടേമിലും 2R square ഉള്ളത് കൊണ്ട് 2R square കോമൺ എടുത്തു, ഇൻറ്റു 1 മൈനസ് cos theta. മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ്, വരണം, പിക്ക് ചെയ്യണം, കൂടെ വരണം. 1 മൈനസ് cos theta ഇതാര് പറഞ്ഞെന്ന്? മാത്സുകാർ പറഞ്ഞെന്ന്. ആര് പറഞ്ഞെന്ന്? മാത്സിൽ നമ്മൾ ട്രിഗ്നോമെട്രി പഠിക്കുമ്പോൾ പ്രൂവ് ചെയ്തെടുക്കുന്നതാ. 1 മൈനസ് cos theta എനിക്ക് എങ്ങനെ എഴുതാം? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. അങ്ങനെ ഇട്ടപ്പോൾ 1 മൈനസ് cos theta എന്തായി മാറി? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ബോർഡ് ക്ലിയർ ആണല്ലോ? 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. 2ഉം ഉണ്ട്, റൂട്ട് എടുക്കുമ്പോൾ ഒരു 2. R സ്ക്വയർ ഉണ്ട്, റൂട്ട് എടുത്തപ്പോൾ R. സൈൻ സ്ക്വയർ ഉണ്ട്, റൂട്ട് എടുത്തപ്പോൾ സൈൻ തീറ്റ ബൈ 2. ക്ലിയർ? അപ്പോൾ എത്ര കിട്ടി? തീറ്റ ആംഗിളിൽ ഒരു ബോഡി സർക്കുലർ പാത്തിൽ കൂടി കവർ ചെയ്താൽ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര കിട്ടും? 2R സൈൻ തീറ്റ ബൈ 2. ഇത് ഇഷ്ടപ്പെട്ടില്ലേ? ഇങ്ങനെയാണോ? നേരത്തെ ഇങ്ങനെയൊന്നും അല്ലല്ലോ കണ്ടുപിടിച്ചത്. കണ്ടുപിടിച്ച് നോക്കിക്കോളൂ. ഈ ഇക്വേഷൻ ഇട്ട് നമുക്ക് കുറച്ചൊക്കെ ഇറേസ് ചെയ്ത് കളയാം. ഇവിടെയൊക്കെ പോട്ടെ. നമുക്ക് നേരത്തെ ഒരു സെമി സർക്കുലർ ട്രാക്കിൽ കൂടി പോയെന്ന് പറഞ്ഞില്ലേ? സെമി സർക്കുലർ ട്രാക്കിൽ കൂടി പോയപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ആയിരുന്നു? നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? സെമി സർക്കുലർ ട്രാക്കിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ പോയപ്പം ഫ്രം ദിസ് പോയിന്റ് ടു ദിസ് പോയിന്റ് A to B ഇങ്ങനെ പോയപ്പോൾ എത്രയായിരുന്നു? ഫുൾ 2 πr. അപ്പോൾ ഇത് πr. ശരിയല്ലേ? എന്നല്ലേ? നമുക്ക് നോക്കാം, അതുപോലെ തന്നെ കിട്ടുന്നോ നോക്കാം. 360 ഡിഗ്രി ആയിരുന്നു, ഇപ്പോൾ പകുതി 180 ഡിഗ്രിയിൽ പോയപ്പോൾ πr കിട്ടി എന്നല്ലേ പറഞ്ഞേ? ചെയ്തു നോക്ക്. ദ ഡിസ്പ്ലേസ്മെൻറ്റ് 2R സൈൻ, ഇതെത്ര ഡിഗ്രിയാ? ദിസ് ഈസ് 180 ഡിഗ്രി അല്ലേ? 180 ബൈ 2 സൈൻ 90. 180 ബൈ 2 1 തീറ്റ ബൈ 2. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ 180 ഡിഗ്രി ബൈ 2 സൈൻ 90. സൈൻ 90 എത്ര? 1. എത്ര കിട്ടി? കണ്ടോ? അപ്പോൾ എൻ്റെ ഇക്വേഷന് തെറ്റുവല്ലോ ഉണ്ടോ? ക്ലിയർ? മനസ്സിലായി? ഡൗട്ട് ഉണ്ടോ? അപ്പം നമ്മൾ ഈ പറഞ്ഞ ഇക്വേഷൻ ഇസ് ജനറൽ. നമ്മൾ ഇത്രയും ഡിറൈവ് ചെയ്തെടുത്തപ്പോൾ ഒരു ഇക്വേഷൻ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. എങ്ങനെ കിട്ടി? ഡെറിവേഷൻ ചോദിച്ചാൽ ദാണ്ട് ഡെറിവേഷൻ. അതല്ല, നമ്മളോട് പെട്ടെന്ന് ചോദിക്കുക 120 ഡിഗ്രി കറങ്ങിയാൽ എത്ര കിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ്? 180 ഡിഗ്രി കറങ്ങിയാൽ, അത് സെമി സർക്കിൾ. ഓക്കെ, 270 ഡിഗ്രി കറങ്ങിയാൽ എത്ര കിട്ടും ഡിസ്പ്ലേസ്മെൻറ്റ്? ഒരുപാടുമില്ല. വാട്ട് ഈസ് ദ ഇക്വേഷൻ? ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ തീറ്റ ഡിഗ്രി റൊട്ടേഷൻ ത്രൂ എ സർക്കുലർ പാത്ത് ഈസ് 2R സൈൻ തീറ്റ ബൈ 2. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ആൻസർ എത്ര? തീറ്റയുടെ വാല്യൂ 120 ഡിഗ്രി. അപ്പോൾ എത്ര കിട്ടും? 2 ഇത്തിരി മായ്ക്കാം അല്ലേ? സ്ഥലമില്ല, നമ്മൾ നിറച്ച് എഴുതി ഡിറൈവ് ചെയ്ത് പഠിച്ചു. അതിനെന്ത്? നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിക്കുകയല്ലേ ചെയ്തത്? പുതിയ കാര്യങ്ങൾ പഠിക്കുകയല്ലേ ചെയ്യുന്നത്? സിമ്പിൾ കാര്യം മാത്രം പോരാ, നമ്മളെല്ലാം പുതുതായിട്ട് ഡെപ്തിൽ പോകണം. ദാറ്റ് മീൻസ് ഫോർ 120 ഡിഗ്രി ദ ഡിസ്പ്ലേസ്മെൻറ്റ് മോഡുലസ് എത്രയാ? 2R സൈൻ 120 ബൈ 2. 120 ബൈ 2 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 2R സൈൻ 60. സൈൻ 60 എത്ര അറിയാവോ? പിന്നെന്ത്? √3 ബൈ 2. ശരിയല്ലേ? 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ ദ ആൻസർ നൗ ഈസ് √3 ടൈംസ് R. ഓക്കെ, ക്ലിയർ ആയോ? യെസ്.
സിമ്പിൾ ടോപ്പിക്കാണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിലും നമുക്ക് എത്രത്തോളം ഡെപ്തിൽ കാര്യങ്ങൾ അറിയാം എന്നുള്ളതും ചോദിക്കാം. ക്ലിയർ? അപ്പോൾ ഇനി ബൈ ഹാർട്ട് ചെയ്യാം. വെൻ എ ബോഡി കവേഴ്സ് an angle theta through a circular path, the displacement will be 2r sin, ഇനി ഇതങ്ങ് പഠിക്കാം, theta by 2. കണ്ടോ? എപ്പോഴും ഡിറൈവ് ചെയ്ത് നോക്കണം എന്നൊന്നുമില്ല, ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം. പറഞ്ഞേ, കൂടെ പറഞ്ഞേ. when a body covers through an angle theta through a circular path, the displacement will be equal to 2r sin theta by 2. 2r sin theta by 2. Clear? 2r sin theta by 2. ഓക്കെ, ഗുഡ്. മനസ്സിലായല്ലോ? ഒന്ന് ചെയ്ത് നോക്കണം, നന്നായിട്ട് തനിയെ ചെയ്ത് നോക്കണം. ഓക്കെ, അവിടെ വെക്റ്റേഴ്സ് വരുന്നുണ്ട്, വെക്റ്റേഴ്സിൻ്റെ ട്രയാങ്കിൾ ലോ വരുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന ഇക്വേഷൻ വരുന്നുണ്ട്, എവറിത്തിങ്. ഓക്കെ, ഗുഡ്. ക്ലിയർ? ഒരെണ്ണം കൂടെ ചെയ്യാം നമുക്ക്. ഇത്തിരി നല്ലൊരു ക്വസ്റ്റ്യൻ, നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം. എ പോയിന്റ് പി. ക്ഷണിച്ചോ? ഇല്ല ഇല്ല ഇല്ല, നമ്മൾ എപ്പോഴും ചെയ്ത് കൂടുതൽ ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകണം. എ പോയിന്റ് പി initially on the bottom of a rolling wheel of radius capital R, when the wheel covers half rotation on the road, find the distance and displacement എന്നാ. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? എ പോയിന്റ് പി ഇനിഷ്യലി ഓൺ ദ ബോട്ടം ഓഫ് എ റോളിംഗ് വീൽ. ഒരു വീൽ ഇങ്ങനെ റോള് ചെയ്ത് പോവാം, ശരിയല്ലേ? ഒരു കാറിൻ്റെയോ ഒരു ബസ്സിൻ്റെയോ സംതിങ് ഒരു റോളിംഗ് വീലാണ്. എ പോയിന്റ് പി വിച്ച് ഇസ് ഇനിഷ്യലി അറ്റ് ദി ബോട്ടം. എൻ്റെ പോയിന്റ് പി ആദ്യമേ റോളിംഗ് വീലിൻ്റെ ബോട്ടത്തിലായിരുന്നു. ഓഫ് റേഡിയസ് ആർ, എൻ്റെ വീലിൻ്റെ റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ട്, റേഡിയസ് ഈസ് ആർ. വെൻ ദ വീൽ കവേഴ്സ് ഹാഫ് റൊട്ടേഷൻ, വീൽ ഇങ്ങനെ റോൾ ചെയ്യുക, റോള് ചെയ്യുന്നതിൻ്റെ കൂടെ ഫ്രണ്ടിലോട്ടും പോകും, ശരിയല്ലേ? നമ്മുടെ ഫാൻ, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫാൻ റോൾ ചെയ്യുവാണോ അത് റൊട്ടേറ്റ് ചെയ്യുക? എത്ര ടൈം കഴിഞ്ഞാലും എൻ്റെ ഫാൻ അവിടെ തന്നെ ആയിരിക്കും, ശരിയല്ലേ? ആൻഡ് വാട്ട് അബൌട്ട് ദ വീൽ? മൂവ് ചെയ്യുന്ന കൂട്ടത്തിൽ, അയാൾ റോൾ ചെയ്യുന്ന കൂട്ടത്തിൽ അയാൾ മൂവ് ചെയ്ത് ഫ്രണ്ടിലോട്ട് കൂടെ വരും. സിമിലർലി വാട്ട് ഹാപ്പൻസ്? ഇയാളിങ്ങനെ റോള് ചെയ്ത് വന്നപ്പോൾ റോള് ചെയ്യുന്ന കൂട്ടത്തിൽ ഫ്രണ്ടിലോട്ട് നീങ്ങി പോകുന്നുണ്ട്. അങ്ങനെ എൻ്റെ പോയിന്റ് പി മുകളിലെത്തിയപ്പോൾ, എൻ്റെ വീൽ അവിടെ തന്നെയാണോ? റോള് ചെയ്ത് എൻ്റെ പോയിന്റ് പി ഫ്രണ്ടിൽ മുകളിലെത്തിയപ്പോൾ ഒരു വട്ടം ഹാഫ് റോളിംഗ് നടത്തിയിട്ട് ഹാഫ് റൊട്ടേഷൻ നടത്തിയിട്ട് എൻ്റെ പോയിന്റ് പി ഇവിടെ എത്തിയപ്പോൾ ദേ ഇയാൾ മുകളിലും പോയി, അറ്റ് ദ സെയിം ടൈം ഇയാൾ ഇത്രയും ഡിസ്റ്റൻസും ട്രാവൽ ചെയ്തു, ശരിയല്ലേ? ഈ ഡിസ്റ്റൻസും ട്രാവൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ പോയിന്റ് പിയും വന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്? ആദ്യമേ നമുക്ക് ഡിസ്റ്റൻസ് എടുക്കാം. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ്? പോയ വഴി, എൻ്റെ പി പോയ വഴി, ദാറ്റ് ഈസ് എൻ്റെ പി പോയപ്പോൾ ഇത്രയും ദൂരവും പോകുന്നുണ്ട്, ഇങ്ങനെ ഇതാണ്ടേ, അല്ലേ? സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്? അയാൾ പയ്യാർ കറങ്ങി. ഫുൾ സർക്കിൾ എന്ന് വെച്ചാൽ 2πr, ഫുൾ സർക്കിൾ എന്ന് വെച്ചാൽ 2πr. അപ്പോൾ താഴെ ഇരുന്ന പി മുകളിലെത്താൻ എത്ര കറങ്ങി? പയ്യാർ കറങ്ങി, ശരിയല്ലേ? സോ ക്ലിയർ? ഫുള്ളായിരുന്നെങ്കിൽ തിരിച്ച് പോയിന്റ് പി താഴെ വരത്തില്ലേ? അപ്പം എത്ര കറങ്ങി? പയ്യാർ കറങ്ങി. സോ പയ്യാർ, അത് മനസ്സിലായി. ഓക്കെ, ക്ലിയർ? ഇനി വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് അല്ലേ? ഏയ്, നോ കൺഫ്യൂഷൻ. ഡിസ്പ്ലേസ്മെന്റ്. അപ്പം ഇയാൾ താഴേന്ന് മേളിലോട്ട് പയ്യാർ കറങ്ങി, ശരിയല്ലേ? എങ്കിൽ അത്രയും ദൂരം ഫ്രണ്ടിലോട്ടും പോയി കാണുമല്ലോ എൻ്റെ വീല്. കറങ്ങിയ അത്രയും ദൂരം ഫ്രണ്ടിലോട്ടും പോകത്തില്ലേ? ഇത് പയ്യാറാണെങ്കിൽ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഈ ഡിസ്റ്റൻസ് പയ്യാറാണെങ്കിൽ അത്രയും ദൂരം ഫ്രണ്ടിലോട്ട് നീങ്ങത്തില്ലേ? അപ്പം ഇതും എത്രയാ? പയ്യാർ. കണ്ടോ? ക്വസ്റ്റ്യൻ മാറുന്ന കണ്ടോ? കാര്യം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും തന്നെ, പക്ഷെ എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. പയ്യാർ. എങ്കിൽ ഇതാരാ? റേഡിയസ് 2r. അപ്പം മൊത്തത്തിൽ 2r. ദെൻ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ്? ഇതല്ലേ ഡിസ്പ്ലേസ്മെന്റ്, ശരിയല്ലേ? ഇതല്ലേ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. സോ ഹൗ ടു ടേക്ക് ദ ഡിസ്പ്ലേസ്മെന്റ്? പൈതഗോറസ് തിയറം, അല്ലാതെ എന്താ? ഇങ്ങോട്ട് എഴുതാം. S is equal to root of pi r the whole square, okay, plus 2r the whole square becomes root of
pi square r square plus 4r square, which is equal to r square common, r square into pi square plus 4. Therefore, r root in veliyil eduthapol r root of pi square plus 4. What is the displacement? R root of pi square plus 4. Simple. ശരിയല്ലേ? ഡിസ്റ്റൻസ് എത്ര? അയാൾ പോയ വഴി എത്ര? ഇയാൾ എൻ്റെ പോയിന്റ് പി ഈ വീലിൽ പറ്റി പിടിച്ച് വെള്ളെത്തി. അപ്പം എൻ്റെ പോയിന്റ് പി പോയ വഴി പയ്യാറാണ്. പക്ഷെ ഡിസ്പ്ലേസ്മെൻറ്റോ? എന്തുകൊണ്ട്? ഇയാൾ ഇങ്ങനെ പോയിന്റ് പി പോയ വഴി മാത്രമാണ് ഡിസ്റ്റൻസ്. അപ്പം താഴത്തെ പോയിന്റ് മനസ്സിലായല്ലോ? ക്ലിയർ ആണോ ഐഡിയ? താഴത്തെ പോയിന്റിൽ നിന്ന് എൻ്റെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു കൊച്ചു സംതിങ്, ഒരു കൊച്ചു സാധനം, ഒരു കൊച്ചു ബോഡി അറ്റാച്ച്ഡ് ആയിരുന്നു. ഒരു കൊച്ചു ബോഡി അവിടെ പറ്റി പിടിച്ചിരുന്നത്. അപ്പം വീല് കറങ്ങിയപ്പോൾ എൻ്റെ ആ ബോഡി പോയത് ഇങ്ങനല്ലേ കറങ്ങിപ്പോയത്. ബോഡി റോഡിൽ കൂടി ടച്ച് ചെയ്തൊന്നും പോകുന്നില്ല, എൻ്റെ പോയിന്റ് ഇങ്ങനാ പോയത്. അപ്പോൾ ഡിസ്റ്റൻസ് പയ്യാർ തന്നെ. പക്ഷെ ഡിസ്പ്ലേസ്മെൻറ്റോ? കറങ്ങി അവിടെ വന്ന് നിന്നപ്പോൾ അയാൾ ആ നേരത്തെ സ്റ്റാർട്ടിങ് ഈ ആക്സിസിൽ തന്നെ ഇല്ല, ഇയാൾ ഇവിടെ നീങ്ങി. എന്ന് വെച്ചാൽ പോയ അത്രയും ദൂരം ഫ്രണ്ടിലോട്ട് നീങ്ങി, പയ്യാർ നീങ്ങി. ഇത് 2r ആണ്. അപ്പോൾ എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? റൂട്ട് ഓഫ്. ക്ലിയർ? ഐഡിയ വന്നോ? ഫീൽ ചെയ്തോ ഹൗ ടു ടേക്ക് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ദ ഡിസ്റ്റൻസ്? ഓക്കെ. സോ പയ്യാർ ഒരു സൈഡ്, that is base, altitude is 2r, so hypotenuse is root of pi r the whole square plus 2r the whole square. The equation becomes r root pi square plus 4. Clear? Okay. So distance displacement ippam clear ആയി. ഉറപ്പിക്കാവല്ലോ? ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് is now clear. Okay. അപ്പം നമ്മൾ ഡിസ്റ്റൻസ് പഠിച്ചു. ഡിസ്പ്ലേസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. Okay.